സർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Good afternoon, everyone. Welcome back to the two-day faculty development program on water body rejuvenation strategies. This fourth and last session of our program on importance of people's participation in river rejuvenation is handled by Shri V. Harilal from the Kerala Irrigation Department. His areas of interest include watershed management, urban planning and development, disaster management, environment and sustainable development, and so on. He is an extended faculty of IMG and KILA, and also the former state convener and present chairperson of Environment Subject Committee, Kerala Shastra Sahitya Parishad. He is also the state resource person and state level task force member of the Harita Kerala Mission's submission on water and soil, the Jala Samriddhi. On behalf of Department of Civil Engineering, Central Polytechnic College, I welcome you, sir, to this program. The session is handed over to you, sir. Okay, thank you. Thank you for the brief introduction, and let me start with some recent trends in Kerala and India as far as the rainfall pattern is concerned. നമ്മള് കഴിഞ്ഞൊരു 20 വർഷ കാലയളവിലെ ഇന്ത്യയിലെ പൊതുവായ മഴയുടെ ലഭ്യത നമ്മൾ കണക്കാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഒരു 13 വർഷവും മഴയുടെ ലഭ്യത പൊതുവിൽ കുറവായിരുന്നു എന്ന് കാണാൻ സാധിക്കും. 2019 വരെയുള്ള കണക്കുകളാണ് ഞാനീ പറഞ്ഞത്. എന്നാൽ 2018, 19, 20 കാലയളവിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ മഴ ലഭ്യമായതായി നമുക്ക് കാണാം. എന്നാൽ 2020 കണക്കുകൾ വരാനിരിക്കുന്നതേ ഈ മാസത്തെ മഴയുടെ ലഭ്യത നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇന്നത്തെ തീയതി വരെ 1-ാം തീയതി മുതൽ സെപ്റ്റംബർ കഴിയുമ്പോൾ അടുത്ത സ്പെല്ലിലേക്ക് നമ്മൾ മാറുകയും, അപ്പോൾ ഇന്ന് വരെയുള്ള ഈ 6 ദിവസത്തെ അല്ലെങ്കിൽ 5 ദിവസത്തെ മഴയുടെ കണക്ക് നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ശരാശരിയേക്കാൾ താഴെയാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കേരളം പോലൊരു സംസ്ഥാനം ഇത്രയേറെ മഴ ലഭ്യമായിട്ടും പലപ്പോഴും ജലത്തിന്റെ കാര്യത്തിൽ ഒരു സുസ്ഥിരമായ സ്ഥിതി കൈവരിക്കാൻ കഴിയാതെ പോകുന്നതിന് കാരണമെന്ന്. ശരാശരി 3000 മില്ലിമീറ്റർ മഴ ലഭ്യമാകുന്ന അപൂർവം സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. ഇവിടെ നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങൾ ഒഴിവാക്കി നിർത്തിയാൽ മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ വലിയ തോതിലുള്ള മഴ നമുക്ക് ലഭ്യമാവുകയും ചെയ്യുന്നു. എന്നാൽ സമീപകാലത്ത് നാം പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മഴയുടെ ലഭ്യതയിൽ വലിയ തോതിലുള്ള സ്ഥലകാല വ്യതിയാനം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അവിടെ നാം ഇതിനെ കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടോ അല്ലെങ്കിൽ ഗ്ലോബൽ വാർമിങ്ങുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടോ പലപ്പോഴും സംസാരിക്കാം. ഒരു പരിധിവരെ അത് ശരിയാണെങ്കിലും കേരളത്തിലെ നിലവിൽ ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന മഴയിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ വളരെ കൃത്യമായി കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായി സംഭവിക്കുന്നതാണ് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ തെളിവുകൾ ഇതുവരെ നമുക്ക് ലഭ്യമായിട്ടില്ല.
എന്നാൽ ക്ലൈമറ്റ് വേരിയബിലിറ്റി, ചെറിയ തോതിലുള്ള വ്യതിയാനം സംഭവിക്കുന്നുണ്ട് എന്നത് സംബന്ധിച്ച് വളരെ കൃത്യമായ വിവരങ്ങളും ലഭ്യമാണ്. അതിൽ ഏറ്റവും അവസാനം ISROയുടെ മെറ്റീരിയോളജി ഡിപ്പാർട്ട്മെന്റുമായി ചേർന്ന് നടത്തിയിട്ടുള്ള, അല്ലെങ്കിൽ അവർ മുൻകൈയെടുത്ത് നടത്തിയിട്ടുള്ള ഒരു പഠനം സൂചിപ്പിക്കുന്നത് തിരുവനന്തപുരത്ത് തന്നെ ഈ ക്ലൈമറ്റ് വേരിയേഷൻ കഴിഞ്ഞ 30 വർഷ കാലയളവിലെ മഴയുടെ ലഭ്യത നമ്മൾ പരിശോധിച്ചാൽ ആ വേരിയേഷൻ നമുക്ക് കാണാനായി സാധ്യമാകും എന്നതാണ്. അപ്പോൾ ഇതേ സാഹചര്യം മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ നമ്മുടെ മുമ്പിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചില പ്രശ്നങ്ങളെ പരിശോധിച്ച ശേഷം നമ്മുടെ നദിയിലേക്കും നദിയുടെ പുനഃസ്ഥാപനവുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് ജനപങ്കാളിത്തം ആവശ്യമാണ് എന്നതിലേക്ക് നമുക്ക് വരാനായിട്ട് സാധ്യമാണ്. 2020 ഗ്ലോബൽ റിസ്ക് റിപ്പോർട്ട് നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ അവർ ചൂണ്ടിക്കാണിച്ചു. ആ ഗ്ലോബൽ റിസ്ക് റിപ്പോർട്ടിൽ അവർ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒന്ന് എക്സ്ട്രീം വെതർ ഇവന്റ്സ് വർദ്ധിക്കുന്നു എന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എക്സ്ട്രീം വെതർ ഇവന്റ്സ് വർദ്ധിക്കുന്നു എന്നതിന് ഉദാഹരണമായി കേരളത്തിലെ ഈ കഴിഞ്ഞ 3 വർഷത്തെ മഴയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം നമ്മൾ എടുത്തു നോക്കിയാൽ മതിയാകും. മഴയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഉണ്ടായിട്ടുള്ള ഉരുൾപൊട്ടലുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. 2018 കേരളത്തിൽ ഉണ്ടായ മഹാപ്രളയവുമായി ബന്ധപ്പെട്ട് സംഭവിച്ചിട്ടുള്ള ഉരുൾപൊട്ടലുകളുടെ എണ്ണം എന്ന് പറയുന്നത് വളരെ വലുതാണ്. പശ്ചിമഘട്ട മലനിരകളിൽ മാത്രം 6970 ഉരുൾപൊട്ടലുകൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. അതിൽ തന്നെ കേരളത്തിൽ മാത്രം സംഭവിച്ചതാകട്ടെ 5191 എണ്ണം. ആ റിപ്പോർട്ട് തന്നെ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആ റിപ്പോർട്ടിൽ തന്നെ അവർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഗ്രൗണ്ട് ട്രൂത്തിങ് എന്ന് പറഞ്ഞാൽ ആ പഠനം സാറ്റലൈറ്റ് ഇമേജറികളുടെ പഠന സഹായത്താലായിരുന്നു പ്രധാനമായും നടന്നത്. എന്നാൽ ഗ്രൗണ്ട് ട്രൂത്തിങ് കുറച്ച് നടത്തി. എന്നാൽ വളരെ ചെറിയ തോതിലുള്ള ഉരുൾപൊട്ടലുകൾ ഇനിയും ധാരാളമായിട്ടുണ്ടാകാം എന്ന് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ 2018 കേരളത്തിന്റെ പ്രളയവുമായി ബന്ധപ്പെട്ട ഉരുൾപൊട്ടലുകളുമായി ബന്ധപ്പെട്ട് സൂചിപ്പിച്ചു. അപ്പോൾ എക്സ്ട്രീം വെതർ ഇവന്റ്സ് എന്ന് പറയുന്നിടത്ത് തന്നെ നമ്മൾ വീണ്ടും തിരിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ 2018 പ്രളയത്തെ തുടർന്ന് കേരളത്തിലെ നദികളിലെ ജലനിരപ്പ് താഴുകയും ഗ്രൗണ്ട് വാട്ടർ ലെവൽ താഴുകയും ചെയ്യുന്ന പ്രതിഭാസവും ഉണ്ടായില്ല. അതൊരു എക്സ്ട്രീം ഇവന്റ് ആണ് എന്ന് നമുക്ക് എടുത്ത് പറയാനായി സാധ്യമല്ലെങ്കിലും, പക്ഷെ വലിയൊരു മഹാപ്രളയത്തിന് ശേഷം സംഭവിക്കുന്ന ജനങ്ങളുടെ കുടിവെള്ളവുമായി ബന്ധപ്പെട്ട് ബാധിക്കുന്ന ഒരു പ്രശ്നമായി നാം അതിനെ തിരിച്ചറിയേണ്ടത്. രണ്ടാമതായി ഗ്ലോബൽ റിസ്ക് റിപ്പോർട്ട് 2020 പറയുന്നത് ഫെയിലിയർ ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് അഡാപ്റ്റേഷൻ ആൻഡ് മിറ്റിഗേഷൻ എന്നുള്ളതാണ്. കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട അനുകൂലന പ്രവർത്തന പരിപാടികൾ ഏറ്റെടുക്കുന്നതിലും കാലാവസ്ഥാ വ്യതിയാനത്തെ ലഘൂകരിക്കുന്നതിലും ഒക്കെ വളരെ നാം പുറകോട്ട് പോകുന്നു, അല്ലെങ്കിൽ അതിൽ പരാജയപ്പെടുന്നു എന്നത്. മൂന്നാമതായി ഗ്ലോബൽ റിസ്ക് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്ന ഒന്ന് മേജർ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, വളരെ വലിയ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നു എന്നതാണ്. ഇത് വലിയ ദീർഘകാലയളവിലാണ് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ അത് അടുത്തടുത്ത സമയത്ത് തന്നെ ഉണ്ടാകുന്നു എന്നതാണ് അതിന്റെ പ്രത്യേകതയായി കാണാൻ സാധിക്കുന്നത്. ഇപ്പൊ നാച്ചുറൽ ഡിസാസ്റ്ററിൽ വരുന്നത് തന്നെയാണ് ഉരുൾപൊട്ടലുകൾ അല്ലെങ്കിൽ ഫ്ലഡ്, ഇങ്ങനെ വരുന്ന ധാരാളം കാര്യങ്ങൾ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നദിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ നദീതടങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട്, തടാകങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് രാവിലെ ചർച്ച ചെയ്ത ടോപ്പിക്കിൽ പറഞ്ഞതുപോലെ ചെറിയ ചെറിയ വാട്ടർ സോഴ്സസ്, അത് സ്ട്രീംസ് ആകാം, അരുവികളാകാം, ചെറിയ കുളങ്ങളാകാം, തുടങ്ങിയുള്ളവയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെ വലിയ തോതിലുള്ള ബയോഡൈവേഴ്സിറ്റി ലോസ് സംഭവിക്കുന്നു എന്നതാണ്. ബയോഡൈവേഴ്സിറ്റി ലോസ് ആൻഡ് ഇക്കോളജിക്കൽ സിസ്റ്റം കൊളാപ്സ്. അപ്പോൾ ഇക്കോളജിക്കൽ സിസ്റ്റം കൊളാപ്സ് എന്ന് പറഞ്ഞാൽ ആ പ്രദേശത്ത് ആളുകൾക്ക് താമസിക്കാൻ പോലും സാധ്യമല്ലാത്ത തരത്തിലേക്ക് അത് എത്തിച്ചേരുന്നു എന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അല്ലെങ്കിൽ അഞ്ചാമത്തെ കാര്യമായി ഈ റിസ്ക് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത് ഹ്യൂമൻ മെയ്ഡ് എൻവയോൺമെന്റൽ ഡാമേജ് ആൻഡ് ഡിസാസ്റ്റർ വർദ്ധിക്കുന്നു എന്നതാണ്. അല്ലെങ്കിൽ ആന്ത്രോപോജനിക് ആയിട്ടുള്ള മനുഷ്യന്റെ ഇടപെടൽ വലിയ തോതിൽ വർദ്ധിച്ചു വരുന്നു എന്നതാണ് അത് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്.
അപ്പോൾ ഇത്തരത്തിലാണ് ആഗോളതലത്തിൽ നടക്കുന്ന വിവിധ പ്രവർത്തനങ്ങളെ ഒരു ദുരന്തവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ റിസ്കിന്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തിക്കൊണ്ട് യുണൈറ്റഡ് നേഷൻസിന്റെ കൂടി സഹായത്തോടു കൂടി പ്രസിദ്ധീകരിക്കുന്ന ഗ്ലോബൽ റിസ്ക് റിപ്പോർട്ട് 2020 അതിനെ വിലയിരുത്തിയിരിക്കുന്നു. അപ്പോൾ ഈ സാഹചര്യം നമ്മൾ പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും പരിസ്ഥിതി നമുക്ക് നൽകുന്ന സേവനങ്ങളെ കുറിച്ച് കൂടി നാം തീർച്ചയായും അറിവുള്ളവരായിരിക്കണം, അല്ലെങ്കിൽ അതിനെ ഗൗനിക്കാതെ പോകുന്നത് ശരിയല്ല എന്നുള്ളതാണ്. മില്ലനിയം എക്കോസിസ്റ്റം അസസ്മെന്റ് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തന പരിപാടി യുണൈറ്റഡ് നേഷൻസിന്റെ സഹായത്തോടു കൂടി നടക്കുകയുണ്ടായി. അത് 2015 ആ പ്രവർത്തനങ്ങൾ അവസാനിച്ചുവെങ്കിലും അക്കാര്യങ്ങൾ വീണ്ടും തുടർച്ചയായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കും. ഇന്നിപ്പോൾ നാം സുസ്ഥിര വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചാണ് പ്രധാനമായും ചർച്ച ചെയ്തത്. അതിൽ ഏറ്റവും അവസാന ഭാഗത്ത് അതിലേക്ക് വരാം. മില്ലനിയം ഇക്കോസിസ്റ്റം അസസ്മെന്റ് പരിസ്ഥിതി നമുക്ക് നൽകുന്ന സേവനങ്ങളെ 4ആയി തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 4 ഘടകങ്ങളെ നദികളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് മാത്രം നമ്മളിവിടെ കൂടുതലായി പരിശോധിക്കാനായിട്ട് സാധിക്കും. മറ്റ് വിഷയങ്ങളിലേക്ക് ഈ അവസരത്തിൽ ഞാൻ കടക്കുന്നില്ല. അതിലേറ്റവും ഒന്ന് അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ടത് പ്രൊവിഷനിങ് സർവീസസ് എന്നുള്ളതാണ്. അപ്പോൾ പരിസ്ഥിതി നമുക്ക് നൽകുന്ന അല്ലെങ്കിൽ ഇക്കോസിസ്റ്റം നമുക്ക് നൽകുന്ന സേവനങ്ങളെ 4ആയി തിരിക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഒന്നാമത്തേതുമായി വരുന്നത് പ്രൊവിഷനിങ് സർവീസസ് ആണ്. ആ പ്രൊവിഷനിങ് സർവീസ് നമുക്ക് ആവശ്യമായ സേവനങ്ങൾ നൽകും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഫ്രഷ് വാട്ടർ. പരിസ്ഥിതി ഒരു പ്രദേശത്ത് നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ അവിടുത്തെ ഒരു എക്കോസിസ്റ്റം നാം നശിപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന ശുദ്ധജല ലഭ്യത, അല്ലെങ്കിൽ ഈവൻ ശുദ്ധജലം അല്ലെങ്കിൽ പോലും ജലത്തിന്റെ ലഭ്യത കുറവ് വരും എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. 2, നമുക്ക് ആവശ്യമായ ഭക്ഷണം. 3, ഇപ്പോൾ നാം ഗ്യാസാണ് പ്രധാനമായും നമ്മെ പോലുള്ള ആളുകൾ ഉപയോഗിക്കുന്നതെങ്കിലും ഉപയോഗിക്കുന്ന ധാരാളം ആളുകൾ ലോകത്തിലെമ്പാടുമുണ്ട്, ഇന്ത്യയിലും. അപ്പോൾ അതിനാവശ്യമായ ഫ്യൂവൽ ലഭ്യമാകും. വിറക് എന്നുള്ളത് അല്ലെങ്കിൽ അതുപോലുള്ള ഫ്യൂവൽ എന്നുള്ളത് നമ്മുടെ ആഹാരം പാചകം ചെയ്യുന്നതിന് മാത്രമല്ല വിനിയോഗിക്കുന്നത് എന്ന് നമുക്ക് അറിവുണ്ട്. അതുപോലെ വിവിധ പ്രകൃതി വിഭവങ്ങൾ, ഫൈബർ പോലുള്ള കാര്യം. മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഘടകം ജനറ്റിക് റിസോഴ്സസ് ആണ്. കാരണം നമ്മൾ ദൈനംദിനം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന മെഡിസിൻസ് പലതും ഈ ജനറ്റിക് റിസോഴ്സസിന്റെ അഭാവത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയാതെ വരും എന്നുള്ളത് നാം തിരിച്ചറിയണം. അപ്പോൾ ഒന്ന് പ്രധാനപ്പെട്ടത് പ്രൊവിഷനിങ് സർവീസസ് ആണ്. അപ്പോൾ ഇതിൽ നാം നദിയെ ലിങ്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ പ്രാധാന്യം നമുക്ക് വ്യക്തമാണ്. 2, റെഗുലേറ്റിംഗ് സർവീസസ് ആണ്. ഒരു നിയന്ത്രിത അളവിൽ അല്ലെങ്കിൽ ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നതിൽ നമ്മുടെ എക്കോസിസ്റ്റം നിർവഹിക്കുന്ന പങ്കിനെ കുറിച്ചാണ്. അതിലേറ്റവും പ്രധാനം കാലാവസ്ഥാ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട റെഗുലേറ്ററി സർവീസസിൽ ഏറ്റവും പ്രധാനം കാലാവസ്ഥാ നിയന്ത്രണമാണ്. ഒരു നദിയുടെ കരയിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു തടാകത്തിന്റെ കരയിലിരിക്കുമ്പോൾ ഒരു വലിയ കുളത്തിന്റെ അരികിൽ നാം നിൽക്കുമ്പോഴൊക്കെ ഉണ്ടാകുന്ന വ്യതിയാനം നമുക്ക് വ്യക്തമാണ്. മാത്രമല്ല ഒരു ഗ്ലോബൽ ക്ലൈമറ്റിനെ സ്വാധീനിക്കുന്നതിൽ ജലം ചെലുത്തിക്കൊണ്ടിരിക്കുന്ന സ്വാധീനവും വളരെ വലുതാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ റെഗുലേറ്റിംഗ് സർവീസസിൽ കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നു, വായുവിന്റെ ഗുണനിലവാരം നിയന്ത്രിക്കുന്നു, ജലചക്രത്തെ സ്വാധീനിക്കുന്നു അല്ലെങ്കിൽ അതിനെ നിയന്ത്രിക്കുന്നു, ജലശുദ്ധീകരണത്തിന്റെ കാര്യത്തിൽ അത് നിയന്ത്രിക്കുന്നു, പരാഗണം നടത്തുന്ന കാര്യത്തിൽ, പോളിനേഷൻ നടത്തുന്ന കാര്യത്തിൽ അത് വലിയ സ്വാധീനമാണ് ചെലുത്തുന്നത്. റെഗുലേറ്റിംഗ് സർവീസസ്. അപ്പോൾ ഈ പോളിനേഷൻ വളരെ കൃത്യമായി നടന്നില്ല എന്നുണ്ടെങ്കിൽ ആ പ്രദേശത്തിന്റെ ഉൽപാദന വ്യവസ്ഥയെ അത് വലിയ തോതിൽ ബാധിക്കും എന്നതും നമുക്ക് അറിവുള്ള കാര്യമാണ്. മൂന്നാമതായി മില്ലനിയം ഇക്കോസിസ്റ്റം ചൂണ്ടിക്കാണിച്ചിട്ടുള്ള പരിസ്ഥിതി നമുക്ക് നൽകുന്ന സേവനങ്ങളുമായി ബന്ധപ്പെട്ടത് കൾച്ചറൽ സർവീസസ് ആണ്. ജലം നമ്മുടെ കൾച്ചറൽ സർവീസസിനെ വലിയ തോതിൽ ബാധിക്കും. നമ്മുടെ എല്ലാ തരത്തിലുള്ള സ്പിരിച്വൽ എൻഗേജ്മെന്റും ജലവുമായി ബന്ധപ്പെട്ടിരിക്കും. വീടിനുള്ളിൽ നടക്കുന്ന വളരെ ചെറിയ ഒരു സ്പിരിച്വൽ ആക്ടിവിറ്റി പോലും ഒരു ചെറിയ പാത്രത്തിൽ അല്ലെങ്കിൽ ഒരു പൂജയിൽ ജലം അവിടെ വച്ചുകൊണ്ടാണ് നാം നടത്തിപ്പോകുന്നത്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. 2, അതിന്റെ റിക്രിയേഷണൽ വാല്യൂ വളരെ വലുതാണ്. എല്ലായ്പ്പോഴും നമുക്ക് വീടിനുള്ളിൽ
അടങ്ങി ഒതുങ്ങി ഇരുന്നുകൊണ്ട് ജീവിച്ച് മുന്നോട്ട് പോകാനും ഇത്തരത്തിലുള്ള ഒരു വെർച്വൽ പ്ലാറ്റ്ഫോമിലൂടെ എല്ലാ കാര്യങ്ങളും നിർവഹിച്ച് മുന്നോട്ട് പോകാനും സാധ്യമല്ല. അപ്പോൾ മനുഷ്യന്റെ മനസ്സിനെ പുതിയ പുതിയ ചിന്തകളിലേക്ക് എത്തിക്കുന്നതിലും അതുപോലെ തന്നെ പ്രകൃതിയുമായും ജനങ്ങളുമായും മറ്റുള്ള സമൂഹവുമായും ഒക്കെ സംവദിക്കുന്നതിന് ഒരു റിക്രിയേഷണൽ ഇടം ആവശ്യമാണ്. അത് നമുക്ക് നൽകുന്നത് പ്രകൃതിയാണ്, അല്ലെങ്കിൽ അതോട് ചേർന്ന് നിൽക്കുന്ന ഇത്തരം ജലസ്രോതസ്സുകളാണ്. ഇതിനെല്ലാം ഉപരി നമ്മുടെ ഒരു എസ്തെറ്റിക് സെൻസ്, നമ്മുടെ ഒരു സൗന്ദര്യ സങ്കല്പം രൂപപ്പെടുത്തുന്നതിൽ അല്ലെങ്കിൽ സൗന്ദര്യം ആസ്വദിക്കുന്നതിലൊക്കെ ഈ നദികളും അതുപോലുള്ള പ്രകൃതി ആസ് എ ഹോളാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആ പ്രകൃതി നൽകുന്ന സേവനം വളരെ വലുതാണ് എന്ന് നാം അറിയേണ്ടത്. ഏറ്റവും അവസാനം, അല്ലെങ്കിൽ അവസാനമെന്ന് പറയാൻ കഴിയില്ല, മില്ലേനിയം ഇക്കോസിസ്റ്റം പറഞ്ഞിട്ടുള്ള 4ാമത്തെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഒരു സപ്പോർട്ടിംഗ് സർവീസസ് ആണ്. എങ്ങനെയാണ് അത് സപ്പോർട്ടിംഗ് സർവീസസ് ആയിട്ട് മാറും? ഓക്സിജന്റെ പ്രൊഡക്ഷൻ. ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്ന കാര്യം പ്രകൃതി നമുക്ക് നൽകുന്ന ഒരു സപ്പോർട്ടിംഗ് സർവീസാണ്. അതുപോലെ തന്നെ സോയിൽ ഫോർമേഷൻ, മണ്ണ് ഉണ്ടായി വരുന്നതിൽ പ്രകൃതി വഹിക്കുന്ന പങ്ക്. അതിൽ പല ഘടകങ്ങളുണ്ട്. അത് നമ്മൾ പ്രകൃതി ആകെ കൂട്ടിവെക്കുമ്പോൾ അത് സാധ്യമാണ്. അതുപോലെ ന്യൂട്രിയൻ റീസൈക്ലിംഗ്. ഒരു ന്യൂട്രിയൻ റീസൈക്ലിംഗ് ഇല്ലാതെ ഒരു ഫുഡ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ സുസ്ഥിരമായ ഒരു ആഹാര വ്യവസ്ഥ, നമുക്ക് ആവശ്യമായിട്ടുള്ള ആഹാര പദാർത്ഥങ്ങളുടെ ഉൽപാദന വ്യവസ്ഥിതി നിലനിർത്തിക്കൊണ്ടു പോകാൻ സാധ്യമല്ല എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ഒരു ന്യൂട്രിയൻ സ്റ്റോറേജ് ഉണ്ടാക്കുന്ന കാര്യത്തിലും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നു എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. അവിടെ നിന്ന് നാം നിലവിലെ തീരുമാനങ്ങൾ, അപ്പോൾ ഇത്തരത്തിൽ പറയുന്ന റെഗുലേറ്ററി സർവീസ് ഉണ്ട്, പ്രൊവിഷനിങ് സർവീസ് ഉണ്ട്, കൾച്ചറൽ സർവീസ് ഉണ്ട്, സപ്പോർട്ടിംഗ് സർവീസസ് ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ പറയുന്ന സേവനങ്ങളെ നിലവിലെ നമ്മുടെ തീരുമാനങ്ങൾ എങ്ങനെയാണ് ഒരു നദിയുടെ ആവാസ വ്യവസ്ഥയെ കണക്കിലെടുക്കാതെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. സ്വാഭാവികമായും നദിയുടെ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള ഒരു മലനിരയിൽ നിന്ന് ഉദ്ഭവിക്കുന്ന ഒരു നദിയുടെ ചെറിയ ചെറിയ സ്ട്രീമുകൾ മുതൽ അത് വലുതായി ചേരുന്ന ഭാഗം വരെ നാം പരിഗണിച്ചാൽ പോരാ. അത് കടലിൽ എത്തിച്ചേർന്ന് അവിടുത്തെ എക്കോസിസ്റ്റത്തെ എങ്ങനെയാണ് അത് പ്രതിപ്രവർത്തിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നതിനെ കുറിച്ച് കൂടി ചിന്തിച്ചു കൊണ്ടായിരിക്കണം നാം മുന്നോട്ട് നീങ്ങേണ്ടത്. എന്നാൽ നിലവിലെ തീരുമാനങ്ങൾ അങ്ങനെയല്ല. നദിയുടെ ഒരു ആവാസ വ്യവസ്ഥയെ കണക്കിലെടുക്കാതെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് കേരളത്തിൽ മാത്രമല്ല ലോകത്താകമാനം നടക്കുന്ന റിവർ റെസ്റ്റോറേഷൻ പ്രോഗ്രാമുകളുടെ ഒരു പരിമിതിയായി യുനെസ്കോ തന്നെ അവരുടെ വേൾഡ് വാട്ടർ ഡെവലപ്മെന്റ് റിപ്പോർട്ടുകളിലൂടെ ചൂണ്ടിക്കാണിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഇക്കോളജിക്കൽ റെസ്റ്റോറേഷൻ ആയിരിക്കണം നമ്മുടെ പ്രധാനപ്പെട്ട കർത്തവ്യം, അല്ലെങ്കിൽ ആ നിലയ്ക്കുള്ള പ്രവർത്തന പരിപാടികളിലൂടെയാകണം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഇക്കോളജിക്കൽ ഡീഗ്രഡേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നതും പലപ്പോഴും നാം ചിന്തിക്കാറില്ല. നമ്മുടെ ചെക്ക് ഡാമുകളുടെ നിർമ്മാണമാകാം, വലിയ വലിയ റെഗുലേറ്ററുകളുടെ നിർമ്മാണമാകാം, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഹ്യൂമൻ ഇന്റർവെൻഷനും ആന്ത്രോപ്പോജനിക് ഇന്റർവെൻഷനും പുഴയിലെ ജലം മലിനമാകുന്നതിന് അത് ഇടയാക്കുമോ എന്ന ചിന്ത ഒരിക്കലും നമ്മുടെ മുന്നിലൂടെ കടന്നു പോകാറില്ല. കാരണം എന്തുകൊണ്ടാണ് അങ്ങനെ നാം ചിന്തിക്കേണ്ടതില്ല എന്നതല്ല. കാരണം വളരെ പരോക്കിയലായിട്ടുള്ള അല്ലെങ്കിൽ അതാത് ഡിപ്പാർട്ട്മെന്റ് ബേസ്ഡ് ആയിട്ടുള്ള തിങ്കിങ് ആണ് സ്വാഭാവികമായും പലപ്പോഴും ഇത്തരം നിർമ്മാണങ്ങളിലേക്ക് നമ്മെ നയിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ആ പ്രവർത്തനത്തിലേക്ക് നയിക്കുന്നത് എന്ന് നാം തിരിച്ചറിയേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു തിരിച്ചറിവിൽ നിന്നാണ് നമുക്ക് അടുത്ത തലമുറയെ അത്തരം പ്രക്രിയയിൽ നിന്ന് മാറി ചിന്തിക്കുന്നവരാക്കി മാറ്റാനും സാധ്യമാകും. അപ്പൊ അത് പുഴയിലെ ജലം മലിനമാകുന്നതിനനുസരിച്ച് എങ്ങനെയാണ് ഒരു ഹ്യൂമൻ ഇന്റർവെൻഷൻ അതിനെ ബാധിക്കുക എന്ന് നാം തിരിച്ചറിയേണ്ടത്. സ്വാഭാവികമായി പുഴയിലെ ജലം മലിനമായാൽ ആ ജലം ശുദ്ധീകരിച്ച് ജനങ്ങൾക്ക് ആവശ്യമായ കുടിവെള്ളമാക്കി മാറ്റുന്നതിൽ വരുന്ന പ്രക്രിയ എന്ന് പറയുന്നത് വളരെ ദുഷ്കരമായിരിക്കും. അപ്പോൾ ശരാശരി ശുദ്ധമായിരിക്കുന്ന ജലം എടുത്തുപയോഗിച്ച് അതിനെ ശുദ്ധീകരിച്ച് ജനങ്ങൾക്ക് ലഭ്യമാക്കുകയാണ് എന്നുണ്ടെങ്കിൽ വളരെ വ്യക്തമായി അത് നിർവഹിക്കുന്നതിന് നമുക്ക്, അല്ലെങ്കിൽ കുറച്ചുകൂടി വേഗത്തിൽ എളുപ്പത്തിൽ നിർവഹിക്കുന്നതിന് സാധ്യമാണ്. അതുപോലെ പുഴയിലെ ജലം അല്ലെങ്കിൽ നമ്മുടെ ഒരു നിർമ്മിതി കൊണ്ട് അവിടെ യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്ന പ്രക്രിയ വർദ്ധിക്കുകയാണ് എന്നിരിക്കും. പലപ്പോഴും ചെക്ക് ഡാമുകളുടെയും റെഗുലേറ്ററുകളുടെയും ഒക്കെ നിർമ്മാണം ഇത്തരത്തിലുള്ള പ്രക്രിയയ്ക്ക് വേഗത വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ജലം കുടിക്കുന്ന കന്നുകാലികൾ, അല്ലെങ്കിൽ ആ ജലത്തിൽ ഇറങ്ങി കഴുകുന്ന, തുണി കഴുകുന്ന അല്ലെങ്കിൽ കുളിക്കുന്ന ജനങ്ങൾക്കുണ്ടാകുന്ന അസുഖത്തെക്കുറിച്ച് നാം പലപ്പോഴും മിണ്ടാറില്ല.
അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ നമ്മുടെ സർവീസുമായി ബന്ധപ്പെട്ട് കൾച്ചറൽ സർവീസസിന്റെ ഭാഗമായി നിൽക്കുന്ന ടൂറിസം സാധ്യതയുടെ കുറവുകൾ. അതിലേറ്റവും നല്ല കേരളത്തിലെ ഉദാഹരണമായി എപ്പോഴും ചൂണ്ടിക്കാണിക്കുന്നത് വേമ്പനാട് കായലാണ്. വേമ്പനാട് പ്രദേശമാണ് കേരളത്തിലെ ഇൻലാൻഡ് ടൂറിസവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹോട്ട്സ്പോട്ട് എന്ന് നമുക്ക് പറയാം. ആ കുട്ടനാടൻ പ്രദേശം ഉൾപ്പെടെ വരുന്ന ജലത്തിന്റെ ഗുണനിലവാരത്തിലെ ശോഷണം പലപ്പോഴും അവിടുത്തെ ടൂറിസം മേഖലയെ ബാധിക്കുന്നു എന്ന് നാം തിരിച്ചറിയുകയും അതിനെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി CWRD പോലുള്ള സ്ഥാപനങ്ങളെ ചുമതലപ്പെടുത്തി റിപ്പോർട്ടുകൾ ഉണ്ടാക്കി വെക്കുന്നു എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് നമുക്ക് പോകാൻ കഴിയാത്ത ചില പ്രതിബന്ധങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇത്തരം ഡീഗ്രഡേഷൻ എങ്ങനെ ഒഴിവാക്കി നമുക്ക് മുന്നോട്ട് പോകാം എന്ന ചിന്തയും പലപ്പോഴും നമ്മെ വലിയ തോതിൽ അലട്ടുന്നുണ്ട് എങ്കിലും അതിന് പരിഹാരം പൂർണ്ണമായും നമുക്ക് കണ്ടെത്തുന്നതിന് സാധിച്ചിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ഡീഗ്രഡേഷൻ എന്ന് പറയുന്നതിന്റെ കാരണങ്ങൾ നമ്മൾ ഒന്നൊന്നായി പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ഡീഗ്രഡേഷന് കാരണമായി തീർന്ന ഘടകങ്ങൾ നമ്മുടെ മുമ്പിലുള്ളവ തന്നെയാണ്, അല്ലെങ്കിൽ നാം കൂടി അറിഞ്ഞുകൊണ്ട് സംഭവിക്കുന്നത് തന്നെയാണ് എന്ന് നാം തിരിച്ചറിയേണ്ടത്. അതിലൊന്ന് പ്രധാനമായും ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് തന്നെയാണ്. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് നടത്തുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ നിലവിലുള്ള പാരിസ്ഥിതിക ആഘാത പഠനവുമായി ബന്ധപ്പെട്ട ചട്ടങ്ങളിൽ മാറ്റം വരുത്തുന്നതിന് തീരുമാനിക്കുന്ന ഒരു ഘടകം ഉണ്ട്, അല്ലെങ്കിൽ ഒരു സാഹചര്യം നമ്മുടെ മുമ്പിൽ നിലനിൽക്കുക. കേന്ദ്ര സർക്കാർ EIA നിലവിലുള്ള പാരിസ്ഥിതിക പഠനവുമായി ബന്ധപ്പെട്ട ചട്ടങ്ങളിൽ ഭേദഗതി വരുത്താനുള്ള നോട്ടിഫിക്കേഷൻ കൊണ്ടുവരികയുണ്ടായി. അവിടെ പ്രധാനപ്പെട്ട ഒരു വൈരുദ്ധ്യമായി ചൂണ്ടിക്കാണിച്ചത് പരിസ്ഥിതി വകുപ്പിന്റെ മന്ത്രിയും വ്യവസായ വകുപ്പിന്റെ മന്ത്രിയും ഒന്ന് തന്നെയാണ് എന്നുള്ളത് കൊണ്ട് ഇത് നീതിപൂർവകമായി നിർവഹിച്ച് മുന്നോട്ട് പോകാൻ സാധ്യമല്ല എന്നുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട് കേരളത്തിനകത്ത് നടന്നിട്ടുള്ള ഏതൊരു വികസനത്തെ നമ്മൾ പരിശോധിച്ചാലും ഇത് കാണാനായി സാധ്യമാണ്. തിരുവനന്തപുരത്തെ ടൈറ്റാനിയം ഫാക്ടറിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന മാലിന്യം വലിയ പൈപ്പ് ലൈനുകൾ സ്ഥാപിച്ച് കടലിൽ നാം നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്നുണ്ടാകുന്ന മത്സ്യത്തെ നാം വില കൊടുത്ത് വാങ്ങി ഉപയോഗിക്കുകയും ചെയ്യും. ഇതുപോലെ കേരളത്തിലെ ഏത് നദി വേണമെങ്കിലും നമുക്ക് എടുത്ത് പരിശോധിക്കാനായിട്ട് സാധിക്കും. ചാലിയാർ പുഴയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള സമരങ്ങൾ, അവിടുത്തെ ഗ്രാസിം ഫാക്ടറി പൂട്ടുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇപ്പോഴും എറണാകുളം ജില്ലയിലെ പ്രധാനപ്പെട്ട വ്യവസായ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ഒക്കെ ഈ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ബാധിക്കും. അത്തരത്തിൽ പുഴയെ മലിനീകരിക്കുക മാത്രമല്ല, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് പലപ്പോഴും പുഴയെ രണ്ടായോ മൂന്നായോ പിളർക്കുന്ന തരത്തിലേക്കും പോകാറ്. കാരണം ഒരു പുഴ എന്ന് പറയുന്നത് നാം കാണുന്ന വലിയൊരു നീർച്ചാലല്ല, മറിച്ച് ആ പുഴയിലേക്ക് എത്തിച്ചേരുന്ന ചെറിയ ചെറിയ ഒന്നാം നിര ചാലുകൾ, രണ്ടാം നിര ചാലുകൾ, മൂന്നാം നിര ചാലുകൾ എന്ന് പറയുന്ന ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ, തേർഡ് ഓർഡർ സ്ട്രീംസ് ഒക്കെ കൂടി ചേർന്നതാണ് ഒരു നദീതടം എന്ന് പറയുന്നത്. പലപ്പോഴും ഒരു വലിയ വികസന പ്രവർത്തനം ഉണ്ടാകുമ്പോൾ ഇത്തരത്തിൽ ചെറിയ ചെറിയ സ്ട്രീമുകൾ മുറിക്കപ്പെടുകയും അത് നദിയുടെ ആകെയുള്ള ആവാസ വ്യവസ്ഥയെ ബാധിക്കുകയും ചെയ്യും. രണ്ട്, ലാൻഡ് കൺവേർഷൻ. നമ്മുടെ പ്രദേശത്തുള്ള ഭൂമിയുടെ വിനിയോഗത്തിൽ വരുന്ന മാറ്റം, ആ വിനിയോഗത്തിൽ വരുന്ന മാറ്റം വലിയ തോതിൽ നമ്മുടെ ജലസ്രോതസ്സുകളെ, പ്രധാനമായും നദികളുടെ നീരൊഴുക്കിനെ വലിയ തോതിൽ ബാധിക്കുന്നു. അപ്പോൾ ലാൻഡ് യൂസ്, ലാൻഡ് കവറിൽ വരുന്ന ചേഞ്ച്, ആ പ്രദേശത്ത് ഉപയോഗിക്കുന്ന കൃഷിക്ക് ഉപയോഗിക്കുന്ന വിവിധ വളങ്ങൾ എല്ലാം ഈ നദിയെ ബാധിക്കുന്നു എന്നതും, വലിയ തോതിൽ മഴയുണ്ടാകുമ്പോൾ ആ പ്രദേശത്ത് ഉപയോഗിക്കപ്പെട്ടിട്ടുള്ള ഈ നോൺ പോയിന്റ് പൊല്യൂട്ടൻസ് മുഴുവൻ നദികളിലേക്ക് ഒഴുകിയെത്തും, അല്ലെങ്കിൽ ഒരു തടാകത്തിലേക്ക് ഒഴുകിയെത്തുന്നു എന്നുള്ളത്. മൂന്നാമതായിട്ട് വാട്ടർ വിഡ്രാവൽ. ഒരു 2 വർഷം മുമ്പ് 2016-17 കാലഘട്ടത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള മലയാളം, ഇംഗ്ലീഷ് പത്രങ്ങളൊക്കെ നമ്മൾ പരിശോധിച്ചാൽ വാമനപുരം റിവറിന്റെ അടിത്തട്ട് കാണാവുന്ന തരത്തിൽ, അല്ലെങ്കിൽ അവിടെ നിന്നുള്ള അബ്സ്ട്രാക്ഷൻ വെല്ലുകൾ, ജലമില്ലാതെ നിൽക്കുന്ന ചിത്രങ്ങൾ വലിയ തോതിൽ അന്ന് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അതിനുശേഷവും ആ പ്രക്രിയ വന്നിട്ടുണ്ട് പലപ്പോഴും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? വാമനപുരം നദി മാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ 38-ലേറെ റൂറൽ ഡ്രിങ്കിങ് വാട്ടർ സപ്ലൈ സ്കീംസ്,
അപ്പോൾ ഒരു നദിയിൽ നിന്ന് ഇത്രമാത്രം ജലം നാം എക്സ്ട്രാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ നദിയുടെ പാരിസ്ഥിതിക നീരൊഴുക്ക് നിലനിർത്താനായി സാധ്യമാകുമോ എന്നതിനെ സംബന്ധിച്ച് നമ്മുടെ മുമ്പിൽ അതൊരു ചോദ്യമായി പോലും വന്നില്ല എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ അത്തരത്തിൽ വരുന്ന വാട്ടർ വിഡ്രാവൽ, പെരിയാർ നദിയിൽ വാട്ടർ വിഡ്രാവൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുണ്ട് പലപ്പോഴും. അപ്പോൾ ഈ സീറോ ഡിസ്ചാർജ് എന്നൊക്കെ നമ്മൾ പറയുകയാണ് എന്നുണ്ടെങ്കിലും ഈ വാട്ടർ വിഡ്രാവൽ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം തന്നെയാണ്. വാട്ടർ വിഡ്രാവൽ ആ നദിയുടെ നീരൊഴുക്കിൽ അല്ലെങ്കിൽ അതിന് ആകെ ക്യുമുലേറ്റീവായിട്ട് ലഭ്യമായിട്ടുള്ള ജലത്തിന്റെ അളവിനെ കുറയ്ക്കുക മാത്രമല്ല, നാം ഉപയോഗിച്ച ശേഷം മാലിന്യം കലർന്ന ജലത്തെ വീണ്ടും ഇത്തരം നമ്മുടെ വാട്ടർ സോഴ്സസിലേക്ക് നിക്ഷേപിക്കുന്ന പ്രക്രിയ കൂടി സംഭവിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമായി ചൂണ്ടിക്കാണിക്കുന്നത് യൂട്രോഫിക്കേഷനാണ്. പല ഘടകങ്ങൾ ചേർന്നുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്. ഒരുപക്ഷെ രാവിലത്തെ ക്ലാസ്സിൽ അത്തരം കാര്യങ്ങൾ കൂടി ചൂണ്ടിക്കാണിച്ചത്. മറ്റൊന്ന് പൊല്യൂഷനാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പല ഘടകങ്ങളുമായി ബന്ധപ്പെട്ട എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. വാട്ടർ വിഡ്രാവലിന് സമാനമാണ് ഒരു ഓവർ എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുന്നത്. അതിന്റെ നീരൊഴുക്കൊന്നും കണക്കാക്കാതെ തന്നെ ആവശ്യപ്പെടുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും വെള്ളം അതിൽ നിന്ന് എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അനുമതി പത്രങ്ങൾ. അപ്പോൾ ഇങ്ങനെ വരുന്ന പ്രശ്നങ്ങൾക്കെല്ലാം ഉപരിയായി സമീപകാലത്ത് ഇത്തരം വാട്ടർ ബോഡീസിൽ ഉണ്ടായി കാണുന്ന വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഗുരുതരമായ ഒന്ന് ഇൻട്രൊഡക്ഷൻ ഓഫ് എക്സോട്ടിക് സ്പീഷീസ് ആണ്. അപ്പോൾ ഇന്നലെ വരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള പലതരം ചെടികളും കളകളും മത്സ്യവും ഒക്കെ നമ്മുടെ നദികളിൽ ഉണ്ടായിത്തീരുന്നു എന്നുള്ളത്. ഇത് ഏറ്റവും പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന അല്ലെങ്കിൽ ഭാവിയിൽ കേരളം വലിയ തോതിൽ നേരിടാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ തന്നെയാണ് ഈ ഇൻട്രൊഡക്ഷൻ ഓഫ് എക്സോട്ടിക് സ്പീഷീസ് എന്ന് പറയുന്നത് എന്നും നാം തിരിച്ചറിയേണ്ടത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ലോകത്താകെയുള്ള ജലത്തെ സംബന്ധിച്ച് നമ്മുടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ആളുകളെ സംബന്ധിച്ച് പ്രത്യേക ഒരു ക്ലാസിന്റെ ആവശ്യം. ലോകത്താകെയുള്ള ജലത്തിന്റെ ഒരു 3% അല്ലെങ്കിൽ 3% മാത്രമാണ് ശുദ്ധജലം എന്ന് പറയാവും. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് എടുത്തുപയോഗിക്കാൻ കഴിയുന്ന ജലത്തിന്റെ അളവാകട്ടെ 1% താഴെ മാത്രമാണ് എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യം. അപ്പോൾ ഈ 1% താഴെയുള്ള ജലമാകട്ടെ നദികളിലും അരുവികളിലും ഒക്കെ ലഭ്യമായിട്ടുള്ള ജലചക്രം നമ്മൾ പരിശോധിക്കുമ്പോൾ, വാട്ടർ സൈക്കിൾ നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ വളരെ ചെറിയൊരു ശതമാനം മാത്രം വരുന്ന ഒന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ജലമാണ് നമ്മുടെ നദികളിലൂടെ ഒഴുകുന്നത്, തടാകങ്ങളിൽ നിൽക്കുന്നത്, കുളങ്ങളിൽ നിൽക്കുന്നത് എന്ന തിരിച്ചറിവ് നമുക്കെല്ലായ്പ്പോഴും ഉണ്ടാകണം എന്നുള്ളതാണ്. അപ്പോൾ ഈ 1% താഴെ വരുന്ന നമുക്ക് എടുത്തുപയോഗിക്കാൻ കഴിയുന്ന ജലത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നത് നാം ഓരോരുത്തരും തീരുമാനിച്ചാൽ പോരാ, മറിച്ച് കൂട്ടായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ നിർവഹിക്കണം എന്നുള്ളതാണ്. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ വാമനപുരം നദിയുടെ ഉദാഹരണം ഒരിക്കൽ കൂടി പറയേണ്ടി വരുന്നത്. കാരണം ഒരു 38 റൂറൽ ഡ്രിങ്കിങ് വാട്ടർ സപ്ലൈ സ്കീം ഒരു ചെറിയ നദിയിൽ നിന്ന് ജലം എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ വലിയ തോതിൽ ജലം ഉള്ള സമയത്ത് പോലും ആ നദി അനുഭവിക്കുന്ന സ്ട്രെസ് എത്രയാണ് എന്ന് നമുക്കറിയാം. കാരണം അല്പസമയം വേനൽ കടുക്കുകയും ഇപ്പോൾ മഴ മാറി നമ്മൾ വേനലിലേക്ക് മാറുകയാണ്. അപ്പോൾ നമ്മൾ വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും ഇരിക്കുന്ന അവസരത്തിൽ നമ്മുടെ മുമ്പിൽ ഇടയ്ക്കിടയ്ക്ക് ജലം ലഭ്യമല്ലാത്തൊരു സാഹചര്യം ഉണ്ടായാൽ നമുക്ക് ഏത് തരത്തിലുള്ളൊരു മാനസിക അവസ്ഥയാണോ, സംഘർഷമാണോ, പ്രശ്നങ്ങളാണോ ഉണ്ടാകുന്നത്, ഇതേ സംഘർഷവും പ്രശ്നവും ഒക്കെ നദികൾക്കും ഉണ്ടാകും എന്ന തിരിച്ചറിവ് നമുക്ക് വേണ്ടതുണ്ട്. അവിടെയാണ് ഉത്തരാഖണ്ഡ് ഹൈക്കോർട്ടിന്റെ ഒരു വിധി നമുക്ക് പ്രസക്തമായി തോന്നുന്നത്. ആ വിധി പിന്നീട് തൽക്കാലം അത് സ്റ്റേ ചെയ്യപ്പെട്ടു എങ്കിലും ആ വിധി ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു നദി എന്ന് പറയുന്നത് ഒരു മനുഷ്യ ജീവനെ പോലെ തന്നെ വിലയുള്ളതാണെന്നും അതേ സ്റ്റാറ്റസ്, മനുഷ്യജീവന്റെ അതേ സ്റ്റാറ്റസ് നദിക്കുമുണ്ട് എന്നുള്ളത് ഉത്തരാഖണ്ഡ് ഹൈക്കോർട്ട് പുറപ്പെടുവിച്ചിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വിധി ന്യായമാണ് എന്ന് നാം തിരിച്ചറിയും. അപ്പോൾ ഈ നദികളിൽ ഉള്ള ജലത്തെ നാം എങ്ങനെ ഉപയോഗിക്കണം എന്നത് സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഇഷ്യൂസ് ഉണ്ടാകാതെ നമ്മൾ നോക്കുക എന്നതും വളരെ പ്രധാനപ്പെട്ട ഒന്ന്. മറ്റൊരു ഘടകം കൂടി നാം ഇവിടെ തിരിച്ചറിയേണ്ടത്. കാരണം ജലവുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ പൊതുവിൽ സംസാരിച്ചു പോവുക എന്നതിനപ്പുറത്തേക്ക് ചില കണക്കുകളിലേക്ക് കടന്നാൽ, ഞാൻ ഈ പറഞ്ഞ 1% താഴെ വരുന്ന ജലത്തിന്റെ 30% ഈ ഫ്രഷ് വാട്ടറിനെ നമുക്ക് എടുത്തുപയോഗിക്കാൻ കഴിയുന്ന ഫ്രഷ് വാട്ടറിന്റെ 30% ജലം ലഭ്യമാകുന്നത് ഏഷ്യയിലും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലുമായിട്ടാണ്. പിന്നെ ഒരു 17% വരുന്നത് നോർത്ത് അമേരിക്കയിൽ.
ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഭൂഖണ്ഡത്തിലാകട്ടെ 10%, യൂറോപ്പിൽ 7%, ഓസ്ട്രലേഷ്യ എന്ന് പറയുന്ന ഓസ്ട്രേലിയയും ന്യൂസിലൻഡും അതിന് ചുറ്റുപാടും വരുന്ന ചെറു ദ്വീപരാജ്യങ്ങളും ചേർന്ന് വരുന്ന ഓസ്ട്രലേഷ്യ പ്രദേശത്ത് ആകെ ലഭ്യമായിട്ടുള്ള 2%. അപ്പോൾ ഇത്തരത്തിലാണ് ഇതിന്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ നിൽക്കുന്നത്. ഇതിൽ ഏഷ്യയും ലാറ്റിൻ അമേരിക്കയും എടുത്തു കഴിഞ്ഞാൽ ഉള്ള പ്രത്യേകത എന്താണ്? ഏഷ്യൻ രാജ്യങ്ങൾ ആകെ എടുക്കുമ്പോൾ അതില് വലിയ തോതിലുള്ള ജനസംഖ്യ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ജനസംഖ്യയ്ക്ക് ആനുപാതികമായി ജലം ലഭ്യമാകുക എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പോൾ ജനസംഖ്യയ്ക്ക് ആനുപാതികമായി ജലം ലഭ്യമാകുന്ന പ്രക്രിയ കുറഞ്ഞു വരും എന്ന് UNEP-യും യുനെസ്കോയും അവരുടെ വിവിധ റിപ്പോർട്ടുകളിൽ 2001 ഒരു റിപ്പോർട്ടിൽ തന്നെ 2050 ആകുമ്പോഴേക്കും UNEP-യും വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷനും ചേർന്ന് ഇറക്കിയ 2001 ഒരു റിപ്പോർട്ട് അനുസരിച്ച് തന്നെ ലോക ജനസംഖ്യ വലിയ തോതിൽ 2001 നിന്ന് 2050 എത്തുമ്പോൾ 70% ജനസംഖ്യയുടെ വർധനവ് ഉണ്ടാകുമെന്നും അപ്പോൾ വാട്ടർ സ്ട്രെസ് നേരിടേണ്ടി വരും എന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ പ്രതിവർഷം ആ വാട്ടർ സ്ട്രെസ് കണക്കാക്കുന്നതിന് ചില കണക്കുകളുണ്ട്. പ്രതിവർഷം 1000 m³ കുറവ് ജലം ലഭ്യമാകുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നാം എത്തിച്ചേരും എന്നുള്ളതാണ് ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഇന്ത്യയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഈ കണക്ക് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ നാം 2050 എത്തുമ്പോഴേക്കും ഇന്ത്യയിലെ ജനങ്ങളുടെ പ്രതിശീർഷ ജലലഭ്യത 1140 m³ ആയിരിക്കും എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതാണ്ട് ഒരു സ്കേഴ്സിറ്റിക്ക് അടുത്തെത്തും. ഇതിൽ ഉണ്ടാകാവുന്ന മറ്റ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച പല ഘടകങ്ങളും വലിയ തോതിൽ വർദ്ധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ശുദ്ധജല ലഭ്യത വീണ്ടും കുറയാനുള്ള സാഹചര്യം ഉണ്ടായിത്തീരും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേരുന്നതിന് നമ്മുടെ ഉപരിതല ജലം മാത്രമല്ല ഘടകമാക്കേണ്ടത് എന്ന് നാം തിരിച്ചറിയേണ്ടത്. അവിടെ ഘടകമാക്കേണ്ടുന്ന മറ്റ് പ്രക്രിയകളിൽ വരുന്നത് ഗ്രൗണ്ട് വാട്ടറിന്റെ ലഭ്യതയും നാം കണക്കാക്കണം. കാരണം കൃഷിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടും കുടിവെള്ളവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടും വലിയ തോതിൽ ഗ്രൗണ്ട് വാട്ടർ ഉപയോഗപ്പെടുത്തുന്നു. ഗ്രൗണ്ട് വാട്ടർ ഉപയോഗത്തിന്റെ ഏതാണ്ട് 80% കാർഷിക മേഖല, 70-നും 80-നും ഇടയ്ക്ക് ശതമാനം കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത് എന്ന് നാം അറിയേണ്ടത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഗ്രൗണ്ട് വാട്ടർ ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഉപരിതല ജലമാണ് ഗ്രൗണ്ട് വാട്ടർ റീചാർജിനെ പെർക്കൊലേറ്റ് ചെയ്ത് താഴേക്ക് പോയി ഗ്രൗണ്ട് വാട്ടർ റീചാർജ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന് നമുക്കറിയാം. അപ്പോൾ അത്തരത്തിൽ വരുന്നൊരു സാഹചര്യത്തിൽ ആ ആനുവൽ റീചാർജ് എത്രയാണ് എന്ന് പരിഗണിക്കാതെ സ്വാഭാവികമായും നമ്മൾ ഗ്രൗണ്ട് വാട്ടർ അബ്സ്ട്രാക്ഷൻ വലിയ തോതിൽ നടത്തുന്നു എന്നതും പ്രധാനപ്പെട്ട ഒരു ഘടകം. മൂന്നാമതായി അതിനോടൊപ്പം ചേർത്ത് കാണേണ്ടുന്ന ഒന്ന് പ്രധാനമായും ബയോഡൈവേഴ്സിറ്റിയും നദികളുമായുള്ള ഒരു ബന്ധമാണ്. വളരെ ചെറിയൊരു ഭാഗത്ത് മാത്രമാണ് നമുക്ക് ശുദ്ധജലം ലഭ്യമായിട്ടുള്ളതെന്ന്. ഇപ്പോൾ ബയോഡൈവേഴ്സിറ്റി ലോസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മുടെ ശുദ്ധജലവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ജലലഭ്യതയുമായി ബന്ധപ്പെട്ട് മാത്രമല്ല മറ്റു പല ഘടകങ്ങളെയും അത് ബാധിക്കും എന്നറിയാം. നമ്മുടെ ശുദ്ധജലവുമായി ബന്ധപ്പെട്ട് നദികളുമായും തടാകങ്ങളുമായി ബന്ധപ്പെട്ടാണ് ലോകത്താകെ ലഭ്യമാകുന്ന മത്സ്യത്തിന്റെ 40% നിലനിൽക്കും. അപ്പോൾ മത്സ്യത്തിന്റെ അതിൽ തന്നെ ഏറ്റവും പ്രധാനമായും ട്രോപ്പിക്കൽ പ്രദേശത്താണ്. അപ്പൊ നമ്മളെ പോലുള്ള ഒരു പ്രദേശത്താണ് ആ മത്സ്യങ്ങളുടെ വലിയ തോതിലുള്ള ലഭ്യത നിലനിൽക്കുന്നത്, അതിന്റെ ഡൈവേഴ്സിറ്റി നിലനിൽക്കും. അപ്പോൾ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ റിവറൈൻ ഇക്കോസിസ്റ്റവും ബയോഡൈവേഴ്സിറ്റിയും നഷ്ടമാകും എന്നുള്ളത് കൊണ്ട് തന്നെ 3 കാര്യങ്ങൾ ആ ഘടകത്തിൽ നാം പരിഗണിക്കേണ്ടതുണ്ട്. ഒന്ന്, ഒരു ആവാസ വ്യവസ്ഥയുടെ നഷ്ടം. അതാണ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചത്. നമ്മുടെ ഒരു ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെന്റ് നടത്താനായി നാം ഒരു പ്രക്രിയ ചെയ്യുമ്പോൾ, ഒരു പ്രവർത്തനം ഏറ്റെടുക്കുമ്പോൾ ആ പ്രവർത്തനം കൊണ്ട് ആ പ്രദേശത്തിന്റെ ആവാസ വ്യവസ്ഥയിൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളെ നമ്മളൊരു വലിയ പാരിസ്ഥിതിക ആഘാത പഠനം നടത്തണമെന്നല്ല, മറിച്ച് വളരെ ലഘുവായി ഒരു കുളത്തിന്റെ റിനോവേഷൻ, ഞങ്ങൾ പലപ്പോഴും ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ട്രെയിനിങ് ആകുമ്പോൾ പറയാറ്, ഒരു കുളത്തിന്റെ റിനോവേഷൻ ആണ് നിങ്ങൾ ഏറ്റെടുക്കുന്നത് എങ്കിൽ, അല്ലെങ്കിൽ നാം ഏറ്റെടുക്കുന്നത് എങ്കിൽ, ആ കുളത്തിൽ നിലനിൽക്കുന്ന ഒരു ആവാസ വ്യവസ്ഥ എന്താണ് എന്നത് സംബന്ധിച്ച് വളരെ ലഘുവായെങ്കിലും ഒരു അന്വേഷണം നാം നടത്തണം. ആ അന്വേഷണം നടത്താൻ നമുക്ക് ആവശ്യമായ അറിവില്ല എന്നുണ്ടെങ്കിൽ അത്തരം അറിവുകളുള്ള ചിലരുടെ സഹായത്തോടു കൂടി ആ പ്രക്രിയ നിർവഹിക്കണം. അപ്പോൾ ഒരു ആവാസ വ്യവസ്ഥയുടെ നഷ്ടമുണ്ടാകുന്നു. ജലഗുണനിലവാരം താഴുന്നു. അപ്പോൾ ജലഗുണനിലവാരം താഴുന്നത് കൊണ്ടുണ്ടാകാവുന്ന ധാരാളം ഘടകങ്ങൾ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച കന്നുകാലികളുമായി ബന്ധപ്പെട്ട അതിൽ നിന്ന് ഉപയോഗിക്കുന്ന ജലവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. ഇതിനെല്ലാം ഉപരി മനുഷ്യൻ ജലസ്രോതസ്സിനെ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ഘടകങ്ങളും നാം കാണേണ്ടത്. അതുപോലെ തന്നെ
ഈ വിദേശീയമായിട്ടുള്ള അല്ലെങ്കിൽ എലീൻ സ്പീഷീസ് ഇതിനകത്ത് വരുന്നതുമായി ബന്ധം അതും ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചത്. അപ്പൊ ഈ ബയോഡൈവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട ഇത്തരം ഘടകങ്ങൾ കൂടി നമ്മൾ ഏറ്റെടുക്കുന്ന നിർവഹിക്കുന്ന ഓരോ പ്രവർത്തനത്തിലും സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്ന തിരിച്ചറിവ് നമുക്ക് വേണം. മറ്റൊന്ന് ഡീഫോറസ്റ്റേഷനുമായി ബന്ധപ്പെട്ടാണ്. നമ്മൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഡീഫോറസ്റ്റേഷനും വാട്ടർ അവൈലബിലിറ്റിയും, അല്ലെങ്കിൽ നദികളിലെ നീരൊഴുക്കുമായി ബന്ധപ്പെട്ട ചെറിയ ചെറിയ സ്ട്രീമുകളിലെ നീരൊഴുക്കുമായി ബന്ധപ്പെട്ട പ്രശ്നം. എങ്ങനെയാണ് അത് ബാധിക്കുക? പലപ്പോഴും നമ്മൾ ജനറലായി പറഞ്ഞു പോകാറ് ഇറ്റ് റെഡ്യൂസസ് അതിൻ്റെ ഒരു നമ്മുടെ സോയിൽ മോയ്സ്ചറിന്റെ, സോയിലിലെ മണ്ണിലെ ജലത്തിന്റെ ലഭ്യത വലിയ തോതിൽ ഡീഫോറസ്റ്റേഷൻ കാരണം ഉണ്ടാകും. അതുപോലെ തന്നെ ഗ്രൗണ്ട് വാട്ടർ റീചാർജിങ് വലിയ തോതിൽ കുറയും. അതിൻ്റെ തന്നെ ഈ മൈക്രോ പോറുകളിലൂടെയാണ് ജലം വലിയ തോതിൽ താഴേക്ക് പോകുന്നത്. സൂക്ഷ്മമായ വേരുകൾ വഴി ജലം താഴേക്ക് കിനിഞ്ഞിറങ്ങി അത് നമുക്ക് റീചാർജിങ്ങിലേക്ക് എത്തിച്ചേരും. അപ്പോൾ ഇത്തരം ഘടകങ്ങൾ മനസ്സിലാക്കുന്നില്ല. നമ്മുടെ കോട്ടയം യൂണിവേഴ്സിറ്റിയുടെ എൻവയോൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ഒരു മലയിൽ നിന്ന് റബ്ബർ മരങ്ങളെല്ലാം മുറിച്ചു കളഞ്ഞ് ആ മലയെ സ്വാഭാവിക അവസ്ഥയിലേക്ക് വിടുകയുണ്ടായി. ആ മലയുടെ താഴെ ഒരു സ്ട്രീമുണ്ട്. ആ സ്ട്രീമിനടുത്തായിരുന്നു അവിടുത്തെ ഒരു പ്രൊഫസർ താമസിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്ത് ആ സ്ട്രീമിൽ അദ്ദേഹം കുളിക്കുകയും തുണി അലക്കുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നാൽ ഇദ്ദേഹം കോളേജ് വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് ജോലി കിട്ടി ഈ വളർച്ച ഇദ്ദേഹത്തിന് സംഭവിക്കുമ്പോൾ ഈ സ്ട്രീമിന്റെ നാശം പാരലായി സംഭവിക്കുകയും ചെയ്തു. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നത് സംബന്ധിച്ച് ഒരു പഠനം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഭാഗ്യത്തിന് ഈ പഠനം നടത്താൻ തുടങ്ങുന്ന സമയത്ത് അദ്ദേഹം കുടുംബ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ സ്ട്രീമിൽ വെള്ളമില്ല. അപ്പോൾ നാട്ടുകാരോട് ചോദിക്കുമ്പോൾ കുറെ കാലമായി അതിൽ വെള്ളമില്ല. മഴ പെയ്യുമ്പോൾ ജലം ഒഴുകുന്നതല്ലാതെ സ്ഥിരമായി പെരണിയലായി ഒരു വാട്ടർ സോഴ്സ് ആയിട്ട് അത് നിൽക്കുന്നില്ല. അപ്പോൾ ഈ റബ്ബർ മരങ്ങൾ മുറിച്ചു മാറ്റുകയും ആ മലയെ സ്വാഭാവികമായ ഒരു അവസ്ഥയിലേക്ക് നിലനിർത്തുകയും ചെയ്തപ്പോൾ ഈ സ്ട്രീമിലേക്ക് സാവധാനം ജലം കൂടുതലായി ഒഴുകാൻ തുടങ്ങി. അത് പെരണിയിലായി മാറുന്ന ഒരു പ്രക്രിയ ഉണ്ടായി. അപ്പോൾ ആ ഒരു ചെറിയ പഠന റിപ്പോർട്ട് നമ്മുടെ കോട്ടയം യൂണിവേഴ്സിറ്റിയുടെ എൻവയോൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് നടത്തിയിട്ടുള്ള ഒരു പഠനം പെട്ടെന്ന് ഓർത്തത് കൊണ്ട് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. അപ്പൊ എങ്ങനെയാണ് ഒരു ഡീഫോറസ്റ്റേഷനുമായി ബന്ധപ്പെട്ട ഒരു സ്വാഭാവിക വനവും അല്ലാതുള്ളൊരു നമ്മുടെ ഒരു പ്ലാന്റേഷനും തമ്മിലുള്ള ഒരു ബന്ധം, അല്ലെങ്കിൽ ഇത്തരം ഘടകങ്ങൾ അതിനെ സ്വാധീനിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ ഇറ്റ് റെഡ്യൂസസ് ഒരു സോയിൽ കൊഹഷൻ നമുക്ക് ആവശ്യമാണ്. ഈ സോയിൽ കൊഹഷൻ നഷ്ടപ്പെടുമ്പോഴാണ് സോയിൽ സ്ലിപ്പിങ്ങും മറ്റ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. ആ കൊഹഷൻ നിലനിർത്തുന്നതിൽ മരങ്ങളുടെ വേരുകൾ വലിയ സ്വാധീനം ചെലുത്തുന്നു. അതുപോലെ തന്നെ ഈ ഒരു ലാൻഡ്സ്കേപ്പിന്റെ കപ്പാസിറ്റി നിലനിർത്തുന്ന കാര്യത്തിൽ, പലതരത്തിലുള്ള കപ്പാസിറ്റീസ് നിലനിർത്തുന്ന കാര്യത്തിൽ സഹായിക്കുന്ന ഒന്നാ തന്നെയാണ് നമ്മുടെ ഫോറസ്റ്റുകൾ. ഒരുപാട് ഘടകങ്ങൾ. അപ്പോൾ അത് കുറയ്ക്കുന്ന തരത്തിലേക്ക് ഡീഫോറസ്റ്റേഷൻ മാറുന്നു. ഈ പറഞ്ഞ 3 ഘടകങ്ങൾക്ക് ഉപരിയായി ഏറ്റവും പ്രധാനമായി നിൽക്കുന്ന മറ്റൊന്ന് നമ്മുടെ ഇവാപ്പോ ട്രാൻസ്പിറേഷനെ ബാധിക്കുന്നു എന്നുള്ളത്. ആ ഇവാപ്പോ ട്രാൻസ്പിറേഷൻ എന്ന് പറയുന്നത് നമ്മുടെ വാട്ടർ സൈക്കിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നാണ് എന്ന് നാം തിരിച്ചറിയുന്നത്. മരങ്ങൾ വഴിയുള്ള സേവനവും അതുപോലെ തന്നെ സോയിലിൽ നിന്നുള്ള ഇവാപ്പറേഷൻ. അപ്പോൾ ഇത്തരം ഘടകങ്ങൾ, ഈ ഇവാപ്പോ ട്രാൻസ്പിറേഷൻ എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഓരോ കൃഷിക്ക് ആവശ്യമായ ജലം ലഭ്യമാക്കുന്നത് തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഘടകങ്ങൾ ഇവാപ്പോ ട്രാൻസ്പിറേഷനുമായി ബന്ധപ്പെട്ടിരിക്കും. അപ്പോൾ ഈ ഇവാപ്പോ ട്രാൻസ്പിറേഷനെ വലിയ തോതിൽ നമ്മുടെ ഡീഫോറസ്റ്റേഷൻ ബാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ആ പ്രദേശത്തിന്റെ മൈക്രോ ക്ലൈമറ്റിനെയും അത് ബാധിക്കുന്നു എന്നത് നാം തിരിച്ചറിയേണ്ടത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ വലിയ ജനകീയ കൂട്ടായ്മയോടുകൂടിയുള്ള പ്രവർത്തനത്തിലേക്ക് പോകേണ്ടത്, അല്ലെങ്കിൽ അതിന്റെ ആവശ്യകത എന്താണ് എന്നതാണ് ഈ അവസാന ഭാഗത്ത് നമുക്ക് പരിശോധിക്കേണ്ടത് എന്ന് തോന്നുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, നമ്മൾ അധികം ചർച്ച ചെയ്യപ്പെടാത്ത ഒരു കൺസെപ്റ്റ് ജലവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ജലത്തിന്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട്, നദികളുടെയും തടാകങ്ങളുടെയും ഏതൊരു ജലസ്രോതസ്സിന്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് അധികം ചർച്ച ചെയ്യപ്പെടാത്ത ഒരു കൺസെപ്റ്റ്. ഭൂട്ടാനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഹാപ്പിനെസ് ഇൻഡെക്സ് ചർച്ച ചെയ്യാറ്. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ ഹാപ്പിനെസ് ഇൻഡെക്സ് ഉള്ള രാജ്യം ആണ് ഭൂട്ടാൻ. അതുപോലെ തന്നെ നമ്മുടെ GDP ചർച്ച ചെയ്യാം, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ വളർച്ചയെക്കുറിച്ചൊക്കെ വലിയ തോതിൽ നാം സംസാരിക്കാറുള്ളത്. എന്നാൽ ജലവുമായി ബന്ധപ്പെട്ട് ഒരു പ്രധാനപ്പെട്ടൊരു ഇൻഡെക്സ് ലോക തലങ്ങളിൽ ചില അവസരങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും ഇന്ന് വരെ ഭാരതത്തിലോ അല്ലെങ്കിൽ കേരളത്തിലോ അത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നു.
അതാണ് വാട്ടർ പോവർട്ടി ഇൻഡെക്സ് എന്ന് പറയുന്നത്, WPI. അതിൽ പ്രധാനമായിട്ടും ഉള്ളത് ഒരു പോപ്പുലേഷൻ ഗ്രോത്തും ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ, ജനസംഖ്യയുടെ വളർച്ചയും അതോടൊപ്പം തന്നെ ലഭ്യമാകുന്ന ജലത്തിന്റെ അളവും തമ്മിലുള്ള ബന്ധങ്ങളെ കൂടി വെച്ചുകൊണ്ടാണ് ഈ വാട്ടർ പോവർട്ടി ഇൻഡെക്സിനെ കുറിച്ച് പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. ആ വാട്ടർ പോവർട്ടി ഇൻഡെക്സിൽ 5 പ്രധാനപ്പെട്ട കമ്പോണന്റുകൾ വരും. അതിലൊന്ന് റിസോഴ്സസ്. റിസോഴ്സസ് എന്നിവിടെ അർത്ഥമാക്കുന്നത് നമ്മുടെ ഫിസിക്കൽ അവൈലബിലിറ്റി ഓഫ് വാട്ടർ ആണ്. നമുക്ക് എത്ര ജലം ലഭ്യമായിരിക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ട്. രണ്ടാമത് ആക്സസ് എന്ന് പറയുന്നത്, ആക്സസുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഒരു മനുഷ്യ ആവശ്യത്തിന് ആ ജലം ലഭ്യമായിരിക്കുന്നത്. നമുക്ക് ടാപ്പ് വാട്ടർ ഉണ്ട്, ഓപ്പൺ വെല്ലുണ്ട്, കുളങ്ങളുണ്ട്, റിവർ ഉണ്ട്. പലപ്പോഴും നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്ന ധാരാളം ചിത്രങ്ങൾ നമ്മുടെ മുമ്പിൽ ഇപ്പോഴുമുണ്ട്. 2019-ലെയോ 18-ലെയോ ഒക്കെ പത്രങ്ങളുടെ വേനൽക്കാലത്തോട് അടുക്കുന്ന സമയത്ത് അവിടുത്തെ കുട്ടികളും സ്ത്രീകളും ഒക്കെ നദികളിൽ നിന്ന് ജലം ശേഖരിച്ചു വരുന്ന ചിത്രങ്ങൾ ധാരാളമായിട്ട് നമുക്ക് നമ്മുടെ വാർത്താ മാധ്യമങ്ങളിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു ഹ്യൂമൻ യൂസിന് എങ്ങനെയാണ് അതിൻ്റെ ഒരു ആക്സസ് നിലനിൽക്കുന്നത് എന്നത്. 3 നമ്മുടെ കപ്പാസിറ്റിയാണ്, എബിലിറ്റി ടു മാനേജ്. ആ എബിലിറ്റി ടു മാനേജ് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രക്രിയയാണ്. അവിടെ ഞാൻ നിങ്ങളെ 2016-17 തന്നെ വീണ്ടും ഒരിക്കൽ കൂടി ക്ഷണിക്കുക. 2016-17 കാലഘട്ടത്തിൽ കേരളത്തിൽ വലിയ തോതിൽ വരൾച്ചയുണ്ടായ ഒരു സമയമാണ്. തിരുവനന്തപുരം നഗരത്തിലും ആ വരൾച്ച ബാധിക്കുകയുണ്ടായി. പക്ഷെ തിരുവനന്തപുരം നഗരത്തിലെ വരൾച്ചയെ മറികടക്കുന്നതിന് വേണ്ടി പ്രധാനമായും നമ്മുടെ ടാപ്ഡ് വാട്ടർ ഗുണഭോക്താക്കളെ അല്ലെങ്കിൽ ഉപഭോക്താക്കളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നെയ്യാർ ഡാമിൽ നിന്ന് ജലം അരുവിക്കരയിൽ എത്തിച്ച് ശുദ്ധീകരിച്ച് സപ്ലൈ ചെയ്യുകയുണ്ടായി. എന്നാൽ ഇതിനപ്പുറത്തേക്ക് ഇതേ കരമനയാറിനെയും മറ്റു ചില സ്രോതസ്സുകളെയും ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകളുടെ ഒരു അവസ്ഥ കൂടി വളരെ ചെറുതായിട്ട് ഞാൻ അല്ലെങ്കിൽ ലഘുവായിട്ട് പറയാം. തൃക്കണ്ണാപുരം എന്ന് പറയുന്ന തിരുവനന്തപുരം നഗരത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശം, അവിടെ വാട്ടർ അതോറിറ്റിയുടെ ഒരു ഡ്രിങ്കിങ് വാട്ടർ സപ്ലൈ സ്കീം ഉണ്ടായി. ഈ നദിയിൽ നിന്ന്, നദി അവസാനിക്കുന്ന പൂന്തറ ഭാഗത്ത് നിന്ന് ഉപ്പുവെള്ളം തിരുവല്ലം വഴി ഉള്ളിലേക്ക് കയറുകയും തൃക്കണ്ണാപുരം എന്ന് പറയുന്ന പ്രദേശത്ത് കടന്ന് മുന്നോട്ട് പോവുകയും ചെയ്തു. സാൾട്ട് വാട്ടർ ഇൻട്രൂഷൻ എന്ന് നമ്മൾ, അല്ലെങ്കിൽ ഒരു വെള്ളക്കയറ്റം അല്ലെങ്കിൽ ഉപ്പുവെള്ളക്കയറ്റം, ഈ സാൾട്ട് വാട്ടർ ഇൻട്രൂഷൻ എന്നൊക്കെ പല വാക്കുകളിൽ നമ്മൾ പറയാറുള്ള പ്രക്രിയ നടക്കുകയുണ്ട്. തൃക്കണ്ണാപുരത്തെ റൂറൽ ഈ വാട്ടർ സപ്ലൈ സ്കീം അതുവഴി വീണ്ടും പമ്പ് ചെയ്ത ജലം ഉപ്പുവെള്ളമായിരുന്നു. ഉപ്പുവെള്ളം നമ്മൾ ദൈനംദിനം ഉപയോഗിക്കുന്നവരാണെങ്കിലും ആ ഉപ്പ് ഒരു മറ്റൊരു തരത്തിൽ വിനിയോഗിക്കണം. ആ വെള്ളം എടുത്ത്, ടാപ്പിൽ വരുന്ന വെള്ളം എടുത്ത് ചായ ഇട്ടാൽ നമുക്കത് കുടിക്കാൻ സാധ്യമല്ല. അത് ഉപയോഗിച്ച് ഒരു കറി വെച്ചാൽ ഉപയോഗിക്കാൻ സാധ്യമല്ല. അപ്പോൾ ഈ ഒരു പ്രക്രിയ ഉണ്ടാകുകയും ആ ഡ്രിങ്കിങ് വാട്ടർ സപ്ലൈ സ്കീം ടോട്ടലി ഉപേക്ഷിക്കേണ്ട, അബാൻഡൻ ചെയ്യേണ്ട സാഹചര്യം സംജാതമാവുകയും ചെയ്യും. അവിടെ ആ പ്രദേശത്ത് ഉണ്ടായിരുന്ന ആളുകളൊക്കെ തന്നെ അവരുടെ ബന്ധുവീടുകളിലേക്കും മറ്റു പ്രദേശങ്ങളിലേക്കും പോയി. എന്നാൽ ബാരൽ കണക്കിന് വെള്ളം വാങ്ങി ഉപയോഗിക്കാൻ കഴിയുന്ന ആളുകളാകട്ടെ അവിടെ തന്നെ നിലനിൽക്കുകയാണ് ചെയ്തത്. അപ്പോൾ സമ്പത്തുള്ള ആളുകളെ സംബന്ധിച്ച് അവിടെ നിലനിൽക്കാനായി സാധ്യമാകും. സമ്പത്തില്ലാത്ത ആളുകളെ സംബന്ധിച്ച് അവിടെ താമസം സാധ്യമല്ലാത്ത അല്ലെങ്കിൽ വാസയോഗ്യമല്ലാത്തൊരു പ്രദേശമായി അത് മാറുന്നൊരു കാഴ്ച നമുക്ക് അവിടെ നേരിട്ട് അനുഭവിക്കാൻ സാധ്യമാണ്. അപ്പൊ എബിലിറ്റി ടു മാനേജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട. 4-മതായി അതിന്റെ യൂസ് ആണ്. എന്ത് ആവശ്യത്തിന് നമ്മൾ അത് ഉപയോഗിക്കുന്നു ഓരോരുത്തരും. അപ്പോൾ സാധാരണ ആളുകൾ ജലം പൈപ്പിൽ നിന്ന് എടുക്കുന്നു, കിണറിൽ നിന്ന് എടുക്കുന്നു, അവരുടെ പാചക ആവശ്യത്തിന് വേണ്ടി വിനിയോഗിക്കുന്നു. മറ്റുള്ളവരെ സംബന്ധിച്ച്, മറ്റ് വിവിധ പണമുള്ള ആളുകളെ സംബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ നമുക്കറിയാം, ബോട്ടിൽഡ് വാട്ടറിന് തുല്യമായ വെള്ളമാണ് ടാപ്പ് വാട്ടർ വഴി നമ്മൾ വിതരണം ചെയ്യുന്നതെന്ന് ഒട്ടേറെ നമ്മുടെ അന്വേഷണങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. പക്ഷെ ആ വെള്ളം തന്നെ നമ്മൾ അവിടെ ഗാർഡനിങ്ങിനും വാഷിങ്ങിനും മറ്റാവശ്യങ്ങൾക്കും വേണ്ടി നമ്മൾ വിനിയോഗിക്കും. അപ്പോൾ നമ്മൾ പറയും മറ്റു മാർഗമില്ല എന്നുള്ളത്. അതൊരു പരിധിവരെ ശരിയാണെങ്കിലും പക്ഷെ ഇതിന്റെ യൂസസ് നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധ്യമാകും എന്ന ചിന്ത. അപ്പോൾ ഡിഫറെന്റ് പർപ്പസസ് എങ്ങനെയാണ് വാട്ടർ യൂസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട്. 5-മതായി പറയുന്നത് ഈ വാട്ടർ പോവർട്ടി ഇൻഡെക്സുമായി പറയുന്നത് എൻവയോൺമെന്റുമായി ബന്ധപ്പെട്ട്, റിഗാർഡിങ് ദി ഹോൾ വാട്ടർ ആൻഡ് ഇറ്റ്സ് ഇക്കോസിസ്റ്റം എന്നുള്ളത്. അപ്പോൾ അതിന്റെ
ജലം എടുത്തുപയോഗിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അത് എവിടെ നിന്ന് വരുന്നു എന്നുള്ള ചെമ്മിഞ്ചേട് എന്ന് പറയുന്ന സ്ഥലത്താണ് കരമന റിവർ ഉത്ഭവിക്കുന്നത് എങ്കിലും ഓരോ നദിക്കും അങ്ങനെ ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തിന്റെ എക്കോസിസ്റ്റം നിലനിൽക്കണം എന്നുള്ളത് ഈ നഗരത്തിൽ താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ചൊരു പ്രശ്നമല്ല. അതേസമയം മറ്റൊരു സാധാരണക്കാരനെ സംബന്ധിച്ച് ആ ഇക്കോസിസ്റ്റം നിലനിൽക്കണം എന്നുള്ളത് അവന്റെ ഒരു ആവശ്യമാണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന ഒരു 5 ഇൻഡെക്സ് നമ്മുടെ മുമ്പിൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ ഉണ്ട്, യുനെസ്കോ ഉണ്ട്, UNEP ഉണ്ട്, തുടങ്ങിയിട്ടുള്ള സംഘടനകളൊക്കെ കൂടി ചേർന്നുകൊണ്ടാണ് ഇത്തരം ചില പ്രമേയങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വെച്ചതെങ്കിലും ഇതൊന്നും നാം പരിഗണിക്കാതെ മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് നമ്മുടെ മുമ്പിൽ നിലനിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് എങ്ങനെയാണ് നമുക്ക് ഒരു ജനകീയ കൂട്ടായ്മയോടുകൂടി ഇത്തരം പ്രവർത്തനങ്ങളെ നേരിടേണ്ടത് ആവശ്യമാണ് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യത്തിലേക്കാണ് നാം എത്തിയത്. അതിൻ്റെ ഒരു തുടർച്ചയോ തുടക്കമോ ആണ് സംസ്ഥാനത്ത് ഇന്ന് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഹരിത കേരള മിഷനുമായി ബന്ധപ്പെട്ട പുഴകളുടെയും തോടുകളുടെയും മറ്റ് എല്ലാ തരത്തിലുള്ള എക്കോ റിസ്റ്റോറേഷൻ പദ്ധതികളും മുന്നോട്ട് പോകുന്നത് എന്നതാണ്. പ്രധാനമായും എന്തുകൊണ്ട് നാം ജനകീയമായി ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെടണം എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അതിന് ചില കണക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് 26/1/2020 വന്നിട്ടുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു കണക്കനുസരിച്ച് ഇന്ത്യയിൽ 100 കുട്ടികൾ ഒരു മണിക്കൂറിൽ മരണപ്പെടുന്നു എന്നുള്ളതാണ്. ഇത് 1/2020 കണക്കാണ്, ഈ വർഷത്തെ തന്നെ. അതുപോലെ തന്നെ 10 പേരെ എടുത്താൽ അതിൽ 8 പേർക്കും നമ്മുടെ പൈപ്പ് വഴിയുള്ള വാട്ടർ സപ്ലൈ ലഭ്യമല്ല എന്നുള്ളത്. മൂന്നാമതായി അത് ചൂണ്ടിക്കാണിക്കുന്നത് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം വലിയ തോതിൽ പലരിൽ നിന്നും അന്യവൽക്കരിക്കപ്പെടുന്നു എന്നുള്ളത്. എഡ്യൂക്കേഷൻ സിസ്റ്റം ഒരു പലതരത്തിൽ മാറുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമായി പറയുന്നത് പൊല്യൂഷൻ കാരണം ലക്ഷക്കണക്കിന് ജനങ്ങൾ മരിക്കുന്നു എന്നുള്ളത്. അത് പലപ്പോഴും നമുക്കൊരു പ്രഹേളികയായി തോന്നുന്ന ഒന്നാണ്. പൊല്യൂഷൻ കൊണ്ട് ആളുകൾ മരിക്കുമോ ഇല്ലയോ എന്നത്. അത് കേരള സർക്കാരിന്റെ കണക്കുകൾ ലഭ്യമാണ്, അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ കണക്കുകൾ ലഭ്യമാണ്. പൊല്യൂഷനുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് എയർ പൊല്യൂഷനുമായി ബന്ധപ്പെട്ട് മാത്രം എത്രയെത്ര ആളുകൾ മരിക്കുന്നു എന്നുള്ളതിന്റെ കണക്കുകൾ വിവിധ തരത്തിലും, അതുപോലെ തന്നെ തൊഴിലുമായി ബന്ധപ്പെട്ട ഘടകം. അപ്പോൾ ഈ ഘടകങ്ങളിൽ തൊഴിലുമായി ബന്ധപ്പെട്ട ഘടകങ്ങളെ കുറിച്ച് 1-2 കാര്യങ്ങൾ കൂടി ഈ അവസരത്തിൽ പറയാതെ പോകുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആ കാര്യം പറയുന്നത്. എങ്ങനെയാണ് ജലം തൊഴിലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതൊരിക്കലും നമ്മൾ സാധാരണഗതിയിൽ ചിന്തിക്കാത്തൊരു പ്രശ്നം. വേൾഡ് വാട്ടർ ഡെവലപ്മെന്റ് റിപ്പോർട്ട് അതുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക എഡിഷൻ തന്നെ പുറത്തിറക്കിയിട്ടുണ്ട്. നാം ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മുടെ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട ജീവിക്കുന്ന ആളുകൾ, അവിടെ ജലമില്ലെങ്കിൽ, കടൽ ജലമാകട്ടെ ഉൾനാടൻ മത്സ്യബന്ധനമാകട്ടെ, ജലമില്ലാത്തൊരു സാഹചര്യത്തിൽ അവർ എങ്ങനെ ജീവിക്കും? ആ മേഖലയിൽ തൊഴിലെടുക്കുന്ന ആളുകൾ, നമ്മളിൽ ധാരാളം ആളുകൾ ഇപ്പോൾ ഓട്ടോറിക്ഷയിൽ കയറുന്നത് കുറവാണെങ്കിലും ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുന്ന ധാരാളം ആളുകൾ, വളരെ മലിനീകരിക്കപ്പെട്ട ഒരു മാലിന്യം നിറഞ്ഞ ഓട്ടോറിക്ഷയിൽ ജലദൗർലഭ്യം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 16-17 കാലഘട്ടത്തിൽ ഓട്ടോറിക്ഷയൊന്നും കഴുകാൻ അധികം ജലം ലഭ്യമല്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആ ഒരു മാലിന്യം നിറഞ്ഞ, പുറത്തൊക്കെ വലിയ തോതിൽ മാലിന്യമുള്ള ഒരു ഓട്ടോറിക്ഷയിൽ നമ്മൾ കയറാൻ ഒരു സാധ്യതയുമില്ല. നമ്മുടെ തന്നെ കാറിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു സ്കൂട്ടറിനെ കുറിച്ച് ക്ലീനിങ്ങിന് എന്തുമാത്രം ജലം ആവശ്യമുണ്ട് എന്നതിനെ കുറിച്ച് നാം ആലോചിച്ചു. ഇങ്ങനെ ഓരോ തൊഴിലിനെ സംബന്ധിച്ചും ജലത്തിന്റെ ആവശ്യം നാം പെട്ടെന്ന് ആലോചിക്കും. KSRTC ബസ്സിൽ യാത്ര ചെയ്യുന്ന ആളുകൾ ധാരാളം, ഞാനും അതിൽ ധാരാളം യാത്ര ചെയ്യുന്ന ഒരാളാണ്. ആ KSRTC ബസ്സിന്റെ ക്ലീനിങ്ങിന് വേണ്ടി വരുന്ന ജലത്തിന്റെ ലഭ്യത എത്ര? അപ്പൊ ജലവുമായി ബന്ധപ്പെട്ട്, ജലവും തൊഴിലുമായി ബന്ധപ്പെട്ടും വലിയ തോതിലുള്ള ഒരു പരസ്പര പൂരകമായി പ്രവർത്തിക്കുന്ന ഒന്നാണ്. ജലമില്ലാതെ നമുക്ക് കാർഷിക മേഖലയെക്കുറിച്ച് ചിന്തിച്ചു. ജലമില്ലെങ്കിൽ കാർഷിക മേഖല, ഇന്ത്യയിൽ ഇപ്പോഴും വലിയ തോതിൽ ആളുകൾ പണിയെടുക്കുന്ന ഒരു മേഖലയാണ് കാർഷിക മേഖല. ആ കാർഷിക മേഖലയിൽ ജലമില്ലാത്ത സാഹചര്യത്തിൽ ഒരു തൊഴിലും കിട്ടാത്ത സാഹചര്യം ഉണ്ടാകും. അവിടെയും ഞാൻ നിങ്ങൾ 16-17 വീണ്ടും ക്ഷണിക്കുകയാണ്. അന്നത്തെ പത്രങ്ങളിൽ കേരളത്തിലെ വിവിധ റെയിൽവേ സ്റ്റേഷനുകളിൽ ജലമില്ലാതെ ഉള്ളത് കൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ മുടങ്ങുകയും ഇവിടെ തൊഴിലില്ലാതാവുകയും അന്യ സംസ്ഥാനങ്ങളിൽ വന്ന അല്ലെങ്കിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ കൂട്ടത്തോടുകൂടി
അവരുടെ സംസ്ഥാനങ്ങളിലേക്ക് മടങ്ങിപ്പോകാനായി റെയിൽവേ സ്റ്റേഷനിൽ കാത്തു നിൽക്കുന്ന ചിത്രങ്ങൾ അന്ന് പത്രത്തിൽ ധാരാളമായി വന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ജലവുമായി ബന്ധപ്പെട്ട് അവിടെയാണ് ഒരു ജനപങ്കാളിത്തത്തോടു കൂടിയുള്ള പ്രവർത്തനം ഇത്തരം കാര്യങ്ങളുടെ സുസ്ഥിരമായ സംരക്ഷണത്തിന് ആവശ്യം വളരെ പ്രധാനം. 2015 പാരീസ് അഗ്രിമെന്റിലാണ് സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട ഗോളുകൾ മുന്നോട്ട് വെച്ചത്. ഇന്ത്യ ഉൾപ്പെടെ 197 രാജ്യങ്ങൾ അതിൽ ഒപ്പിട്ടു. ഇന്ത്യ ആദ്യമേ തന്നെ ആ പ്രമേയങ്ങളൊക്കെ തന്നെ 17 സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ നമ്മളെ SDG എന്ന് പറയുന്നത് അംഗീകരിച്ച ആദ്യം ഒപ്പിട്ടുകൊടുത്ത രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. അതിൽ SDG 6 ആണ് ജലവുമായി ബന്ധപ്പെട്ട് വരുന്നത്. ജലവും അതുമായി ബന്ധപ്പെട്ട ഘടകങ്ങളും ചർച്ച ചെയ്യുന്നു. അത് മാത്രമല്ല നമ്മൾ പരിഗണിക്കേണ്ടത് SDG 1 മുതൽ 16 വരെയും 1 മുതൽ 16 വരെയുള്ളതിനെ കൂട്ടിച്ചേർത്ത് വെച്ചുകൊണ്ട് നിൽക്കുന്ന 17ാമത്തെ സുസ്ഥിര വികസന ലക്ഷ്യത്തെയും മുന്നോട്ട് നയിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ ഒരു പ്രക്രിയയാണ് യഥാർത്ഥത്തിൽ ജനകീയമായ ഒരു പ്രവർത്തനം. ജനകീയമായി എങ്ങനെയാണ് ഒരു പ്രവർത്തനം നിർവഹിക്കുക? സ്വാഭാവികമായും ഒരു സർക്കാർ ഡിപ്പാർട്ട്മെന്റ് ഒരു എസ്റ്റിമേറ്റ് എടുത്ത് ഒരു പ്രവർത്തനം ചെയ്യുകയല്ല. ആ പ്രദേശത്തെ ജനങ്ങളുടെ ആവശ്യം അറിഞ്ഞ് അതിനാവശ്യമായ പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറാക്കി പ്രവർത്തനം നടത്തുക എന്നതാണ്. അതൊരു തരത്തിലുള്ള ഒരു ഇന്റർവെൻഷനാണ്. മറ്റൊരു തരത്തിൽ ജനങ്ങളെ നേരിട്ട് പങ്കെടുപ്പിച്ചുകൊണ്ട് തന്നെ ചെയ്യാവുന്ന ചില പ്രവർത്തനങ്ങൾ. പക്ഷെ നമ്മുടെ ഒരു സിസ്റ്റം അതിന് ചില പരിമിതികൾ സൃഷ്ടിക്കുന്നുണ്ട്. ഈ സൃഷ്ടിക്കുന്ന പരിമിതികളെ മറികടക്കുക എന്നതാണ് ഒരു ജനകീയമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കൂടെ നിർത്തുക, വിവിധ വികസന ഡിപ്പാർട്ട്മെന്റുകളെ കൂടെ നിർത്തുക, വിവിധ റിസർച്ച് ഓർഗനൈസേഷൻസിനെ കൂടെ നിർത്തുക. അങ്ങനെ ആ പ്രവർത്തനങ്ങളെ മുന്നോട്ട് നയിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് നമ്മൾ ഹരിത കേരള മിഷനിലൂടെ അതിന്റെ ഒരു ഉപദൗത്യമായ വാട്ടർ ആൻഡ് സോയിൽ അല്ലെങ്കിൽ ജലസമൃദ്ധി എന്ന് പറയുന്ന ഒരു പ്രത്യേക ഉപമിഷൻ വഴി നമ്മൾ നിർവഹിക്കാനായി ശ്രമിച്ചു. അവിടെ നമ്മൾ ധാരാളം പുതിയ പുതിയ ആശയങ്ങൾ മുന്നോട്ട് വെക്കുക അല്ല ചെയ്തിട്ടുള്ളത്. നിലവിലുള്ള ആശയങ്ങളെ കൂടുതൽ പ്രചരിപ്പിക്കുകയും ജനങ്ങളെ കൂടുതലായി പ്രചോദിപ്പിക്കുകയും സർക്കാർ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥന്മാരെ പ്രചോദിപ്പിക്കുകയും ചെയ്തുകൊണ്ട് അതിന്റെ ഭാഗമായി ജലസേചന വകുപ്പ് വഴി നിർവഹിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രക്രിയയായിരുന്നു ചെറു നീർത്തടങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള വാട്ടർഷെഡ് പ്ലാനുകൾ നിർമ്മിക്കുക എന്നത്. വാട്ടർഷെഡ് എന്നുള്ളത് എന്താണ് എന്ന് ഈ ഗ്രൂപ്പിലെ ആളുകൾക്ക് അറിയാമെന്ന് ഞാൻ കരുതുന്നു. ചെറിയ ഒരു പ്രദേശം, അതൊരു നാച്ചുറൽ യൂണിറ്റ്, നാച്ചുറൽ ഹൈഡ്രോളജിക്കൽ യൂണിറ്റ് എന്ന് നമ്മൾ പറയും. ഒരു ചെറിയ പ്രദേശത്ത് വീഴുന്ന ജലം ഒരു പ്രത്യേക പോയിന്റിലൂടെ ഒഴുകിപ്പോകുന്നു. അത്രയും പ്രദേശത്തെ നാം ഒന്ന് ഡിമാർക്കേറ്റ് ചെയ്താൽ അതിനെയാണ് ഒരു വാട്ടർഷെഡ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ വരുന്ന 2-3 ചെറു വാട്ടർഷെഡുകൾ ചേർന്നതാണ് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ തന്നെ. അപ്പോൾ അത്തരത്തിൽ ആ ചെറു നീർത്തടങ്ങളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനും ആവശ്യമായ ജലവിഭവ വികസന രേഖ തയ്യാറാക്കുന്ന പ്രക്രിയ, അതിൽ 914 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വാട്ടർഷെഡ് പ്ലാനും അതുപോലെ തന്നെ 4 കോർപ്പറേഷനുകളുടെയും 58-ലേറെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെയും മുനിസിപ്പാലിറ്റികളുടെയും ഒക്കെ ഈ വാട്ടർഷെഡ് പ്ലാൻ നമുക്ക് ഈ കാലയളവിൽ ജനപങ്കാളിത്തത്തോട്, അതിനകത്ത് ഉദ്യോഗസ്ഥന്മാർ മാത്രമല്ല ഉദ്യോഗസ്ഥർക്ക് ഉപരിയായിട്ട് ആ പ്രദേശത്തെ ജനങ്ങളെയും കർഷകരെയും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്കൂളുകളെയും കോളേജുകളെയും പോളിടെക്നിക്കുകളെയും ഒക്കെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ആ പ്രക്രിയ നിർവഹിക്കാനായി സാധ്യമായി. അതിൽ ഏറ്റവും ഒരു ഉത്തമ ഉദാഹരണമാണ് നമ്മളിപ്പോ കാട്ടാക്കടയിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ജലസമൃദ്ധി എന്ന് പറയുന്ന ഒരു പ്രത്യേക പ്രോഗ്രാം. യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു ചെറിയ വീഡിയോ കാണിക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും ചില സാങ്കേതികമായിട്ട് ഞാനത് ഡൗൺലോഡ് ചെയ്ത് ഇതിനകത്തേക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിയാതെ മറ്റൊരു അവസരത്തിൽ നിങ്ങളുടെ പരിശീലന പരിപാടിയിൽ അത് എത്തിക്കാനുള്ള ശ്രമം ഞാൻ ബന്ധപ്പെട്ട ആളുകളുമായി ചേർന്ന് നടത്തും. അപ്പോൾ ഇത്തരത്തിൽ ജനകീയമായ ഒരു ഇടപെടൽ വഴി കേരളത്തിൽ ധാരാളം പുഴകളെ പുനരുജ്ജീവിപ്പിക്കാനായി സാധ്യമായി. അതിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വരട്ടാറുണ്ട്, കോലറയാറുണ്ട്, കാനാമ്പുഴയാറുണ്ട്, കിള്ളിയാറുണ്ട്. കിള്ളിയാറൊക്കെ പൂർണ്ണമായിട്ട് നമുക്ക് പുനരുജ്ജീവിപ്പിക്കാനായിട്ട് സാധ്യമായിട്ടില്ലെങ്കിൽ, കാരണം അതിന്റെ ചുറ്റുമുള്ള ഒരു അർബനൈസേഷൻ മേക്സ് ഇറ്റ് വെരി ഡിഫിക്കൽട്ട്. അതാണ് ഏറ്റവും പ്രധാനം. ഇപ്പൊ തിരുവനന്തപുരം നഗരത്തിൽ മാത്രം എത്ര ആളുകൾ, സ്ഥാപനങ്ങൾ അതിലേക്ക് മാലിന്യം നേരിട്ട് ഒഴുക്കിവിടുന്നു എന്നതിന്റെ കണക്ക് നമ്മുടെ കൈവശം. ഈ പ്രോഗ്രാമിലൂടെ അത് കണ്ടെത്താനായി സാധ്യം. പക്ഷെ അതിനെ ബാൻ ചെയ്യാനായിട്ട് നമുക്ക് സാധ്യമായിട്ടില്ല. പല ഘടകങ്ങൾ അതിനകത്തുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു നിർത്തുകയാണ്. അപ്പോൾ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൂടി നമ്മുടെ അടുത്ത തലമുറയെ പഠിപ്പിക്കാനും ഓരോ സുസ്ഥിര വികസന ലക്ഷ്യവും കൂടുതലായി ചർച്ച ചെയ്യപ്പെടേണ്ടത്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ ജലസ്രോതസ് എന്ന് പറയുന്നത് ഒരു നദി മാത്രമല്ല, കായൽ മാത്രമല്ല, അല്ലെങ്കിൽ ഒരു കുളം മാത്രമല്ല, ദി ഹോൾ എക്കോസിസ്റ്റം ചേർന്നതാണ് നമ്മുടെ ഒരു റിവർ എന്നത് പഠിപ്പിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് ഒരു ജനകീയ ഇടപെടൽ വേണം അല്ലെങ്കിൽ ജനകീയ ഇടപെടൽ ആവശ്യമാണ് എന്നതിന് പ്രധാനം ഒന്ന്, സമൂഹമാണ്
ആദ്യം പ്രശ്നം നേരിടുന്നത്? നമുക്കറിയാം, ആ സമൂഹത്തിന്റെ ഒരു ഭാഗമാണ് നമ്മൾ ഓരോരുത്തരും. ആ സമൂഹമാണ് ആദ്യം നേരിടുന്നത് എന്നതാണ് എന്തുകൊണ്ട് ജനകീയ ഇടപെടൽ വേണം എന്നതിന്റെ ആദ്യത്തെ ഉത്തരം. രണ്ടാമത്, സമൂഹത്തിനാണ് ആദ്യം ഇടപെടാൻ കഴിയുന്നത്. അവിടെയാണ് നമ്മുടെ ഈ ഫ്ലഡിൽ നടന്നിട്ടുള്ള ഓരോ ഇടപെടലും നമ്മൾ നോക്കുന്നത്. 2018 മുതൽ 2020 വരെ, 20 ചെറിയ തോതിലാണെങ്കിലും ഉണ്ടായ ഫ്ലഡിലും സമൂഹത്തിനാണ് ആദ്യം ഇടപെടാൻ കഴിയുന്നത് എന്ന്. മൂന്ന്, ഒരു സാമൂഹിക ഇടപെടൽ എന്ന് പറയുന്നത് ഒരു പ്രാദേശിക സഹകരണം കൂടിയാണ്. അപ്പോൾ ഈ മൂന്ന് തത്വത്തിൽ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് പ്രധാനമായും എന്തുകൊണ്ടൊരു ജനകീയ ഇടപെടൽ വേണം എന്നതിന് ഒരു ഉത്തരമായി നിൽക്കുന്നത്. സ്വാഭാവികമായും ഇതൊരു പരമമായ ഒരു ഉത്തരമോ അല്ലെങ്കിൽ വീണ്ടും മാറ്റപ്പെടേണ്ടതായി നിൽക്കുന്ന ഒന്നല്ല. വീണ്ടും ഇതിൽ കൂട്ടിച്ചേർക്കലുകളാകാം, മാറ്റങ്ങൾ ആകാം. അപ്പോൾ ഇത്തരത്തിൽ ഒരു ജനകീയ ഇടപെടലിലൂടെ നമുക്ക് കേരളത്തിലെ ധാരാളം ജലസ്രോതസ്സുകളെ മാറ്റിയെടുക്കാനും അതിനെ വികസിപ്പിക്കാനും ശുദ്ധമാക്കാനും ആ ജലം നാട്ടുകാർക്ക് പ്രയോജനമാകുന്ന തരത്തിലേക്ക് മാറ്റിയെടുക്കാനും സാധ്യമായിട്ടുണ്ട്. ആ മാറ്റിയെടുക്കൽ എന്നുള്ളത് ഒരാളിന്റെ മാത്രമല്ല, അതൊരു സമൂഹത്തിന്റെ ആകെയുള്ള ഇടപെടലായിരുന്നു എന്ന തിരിച്ചറിവാണ് നമുക്ക് ഇതുവരെ ലഭ്യമായിട്ടുള്ളത്. ആ ഒരു തിരിച്ചറിവിലേക്ക് അടുത്ത തലമുറയെ നയിക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇതിന്റെ ഈ എളിയ സംസാരം അവസാനിപ്പിക്കുന്നു. ഇത്തരം ഒരു അവസരം ഉണ്ടാക്കിയ ബന്ധപ്പെട്ട ആളുകൾക്കെല്ലാം ഉള്ള നന്ദി കൂടി ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. Thank you, sir, for such a very useful and informative session. ഇനി പാർട്ടിസിപ്പൻസിന് ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാവുന്നതാണ്. Participants, ഹലോ സർ. ഹലോ, കേൾക്കാം, ചോദിച്ചോളൂ. സർ, ചോദിക്കാനുള്ളത്, നമുക്കിപ്പോ ഓൾറെഡി നമ്മളുടെ ഇന്നിപ്പോ രാവിലെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നിലവിലുള്ള ഡോക്യുമെന്റേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഇപ്പോ കുറെ നമ്മളുടെ നാച്ചുറൽ റിസോഴ്സസ് നമ്മൾ തന്നെയായിട്ട് നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട്. കുറെ വെല്ല്, പോണ്ടൊക്കെ. ഇങ്ങനെ ഇതിന്റെ തമ്മിൽ എന്തെങ്കിലും ഒരു കമ്പാരിറ്റീവ് സ്റ്റഡിയോ അങ്ങനെ എന്തെങ്കിലും നിലവിലുണ്ടോ സർ? ഇപ്പോ ഡിപ്ലനിഷ്ഡ് ആയി പോയിട്ടുള്ള റിവേഴ്സ്, പോൺസ്, വെൽസ് അങ്ങനെയുള്ള, അപ്പൊ അതൊക്കെ നമുക്കൊന്ന് കമ്പാരിറ്റീവ് സ്റ്റഡി ഉണ്ടോ? അതുകൊണ്ട് വന്നിട്ടുള്ള ട്രാജിക് സിറ്റുവേഷൻസ്. ഒരു മറുപടി പറയാം. അത് പൂർണ്ണമായ മറുപടിയല്ല, എന്നാലും ലഭ്യമായ വിവരങ്ങൾ അടിസ്ഥാനത്തിലുള്ള ഒരു മറുപടി എന്ന് പറയുന്നത്, കേരളത്തിലെ പൊതു ഉടമസ്ഥതയിലുള്ള ബന്ധപ്പെട്ട് ജലസേചന വകുപ്പിന്റെ കീഴിലുള്ള ഇറിഗേഷൻ ഡിസൈൻ ആൻഡ് റിസർച്ച് ബോർഡിന്റെ സഹായത്തോടു കൂടി കുളങ്ങളെ സംബന്ധിക്കുന്ന ഒരു വലിയ ഡേറ്റ നമ്മൾ ചെയ്തിട്ടുണ്ട്. 40,600-ലേറെ കുളങ്ങളാണ് പൊതു ഉടമസ്ഥതയിലുള്ളത് എന്നതാണ് ആ അന്വേഷണത്തിലൂടെ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. പക്ഷെ അറ്റ് ദ സെയിം ടൈം നമ്മൾ ഇതിനെ നേരത്തെ ഉണ്ടായിരുന്ന കുളങ്ങളുമായി ഇതിനെ കമ്പയർ ചെയ്തിട്ടില്ല. കാരണം അങ്ങനെയുള്ള നമുക്ക് വിവരങ്ങൾ ലഭ്യമാകുന്നതിൽ വരുന്ന ചില പരിമിതികളാണ്. അതിൽ നമുക്ക് നടത്തി നോക്കാൻ താല്പര്യമുള്ള ആളുകളെ സംബന്ധിച്ച് ലഭ്യമാക്കാൻ കഴിയുന്ന ഒരു വിവരം, നമ്മുടെ ഈ തിരുവിതാംകൂർ ആയിരുന്ന കാലഘട്ടത്തിൽ തിരുവിതാംകൂറിലുള്ള കുളങ്ങളെ സംബന്ധിക്കുന്ന ഒരു ഡോക്യുമെന്റ് അന്ന് അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. തിരുവിതാംകൂർ സർക്കാർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ നമ്മളിപ്പോ തിരുവനന്തപുരം നഗരത്തിനുള്ളിൽ മാത്രമായിട്ട് ഒരു ചെറിയ അന്വേഷണം നടത്തിയതിൽ നിന്ന് പല കുളങ്ങളും ഇപ്പോൾ അപ്രത്യക്ഷമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും ഒരു ഉദാഹരണം പറഞ്ഞാൽ, ജലസേന വകുപ്പിന്റെ തന്നെ ഒരു ഓഫീസ് പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ ജലവിഭവ വകുപ്പിന്റെ ഗ്രൗണ്ട് വാട്ടർ ഡയറക്ടറേറ്റ് ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന സ്ഥാപനം നിലനിൽക്കുന്ന മുട്ടടയിലെ ഒരു വലിയ കെട്ടിടം, ആ കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് തന്നെ ഒരു കുളം. അപ്പോൾ അത്തരത്തിൽ എത്രയേറെ കുളങ്ങൾ അതിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ട്. ഈ രാജഭരണകാലത്തുണ്ടായ ഡോക്യുമെന്റുമായി ബന്ധപ്പെട്ട് തിരുവിതാംകൂർ പ്രദേശത്ത് എത്ര കുളങ്ങൾ ഇല്ലാതായി എന്നുള്ളത്
തീർച്ചയായിട്ടും ഒരു അന്വേഷണം നടത്താൻ ആവശ്യമായ ഒരു ബേസിക് ഡോക്യുമെന്റ് നമുക്ക് ലഭ്യമാണ്. പക്ഷെ അങ്ങനെ ഒരു അന്വേഷണം നമ്മൾ നടത്തിയിട്ടില്ല എന്നതാണ്. അതുപോലെ തന്നെ ഈ നദികളുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ നമുക്ക് നദികൾ വലിയ അപ്രത്യക്ഷമായിട്ടില്ല. പക്ഷെ തോടുകൾ അപ്രത്യക്ഷമായിട്ടുണ്ട്. തോടുകൾ വലിയ തോതിൽ അപ്രത്യക്ഷമായിട്ട്. ഇപ്പൊ ഇതിൽ തിരുവനന്തപുരത്തുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ശ്രദ്ധിക്കുന്നതല്ലായിരിക്കും. അവർക്ക് ഒരു പക്ഷേ ശ്രദ്ധിച്ചിട്ടുണ്ട്, കിള്ളിയാറിന് സമാന്തരമായി 2 തോടുകൾ ഒഴുകി. അതിലിപ്പോൾ ഒന്ന് വളരെ ഭാഗികമായി മാത്രമേ ഒഴുകുന്നുള്ളൂ. ഒന്ന് നിൽക്കുന്നത്, ഞാൻ പറയുന്നത് വേറൊന്നും വിചാരിക്കണ്ട, നമ്മുടെ PRS എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കെട്ടിടം നിൽക്കുന്നത് ഒരു തോടിന്റെ പുറത്താണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെയുള്ള തരത്തിലുള്ള നഷ്ടങ്ങൾ നമുക്ക് വലിയ തോതിൽ സംഭവിച്ചിട്ടുണ്ട്. അതിന്റെ ട്രിബ്യൂട്ടറീസ് ആയിട്ട് ഒഴുകിയിരുന്നതാണ്. ആ പ്രദേശം മുഴുവൻ വയലായിരുന്നു. ആ വയലിൽ നിന്നുള്ള ഡീവാട്ടറിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രക്രിയയായിരുന്നു അത്. ജഗതി ഭാഗത്തു നിന്ന് ഒക്കെയുള്ള വയലേലകളിൽ നിന്ന് ഒഴുകി താഴേക്ക് പോയി ഉണ്ടായിരുന്നു. ആ സ്ട്രീമുകളൊക്കെ നഷ്ടപ്പെട്ടതാണ് ചെറിയൊരു മഴയിൽ ആ പ്രദേശത്തെ വെള്ളപ്പൊക്കത്തിന് കാരണമായത്. അപ്പൊ അങ്ങനെയുള്ള നമ്മുടെ ഒരു ലോക്കൽ ലെവൽ ഫ്ലഡിങ്ങിന് കാരണമായി തീർന്നിട്ടുള്ള അല്ലെങ്കിൽ കാരണമാകുന്ന തരത്തിൽ സ്ട്രീമുകൾ വലിയ തോതിൽ അപ്രത്യക്ഷമായിട്ടുണ്ട്. പക്ഷെ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി നമ്മൾ അങ്ങനെ നടത്തിയിട്ടില്ല. Yes. Any other questions? Okay, thank you, sir. I think we don't have any further questions. Thank you, sir, for the informative session. So with this, we are winding up the 4th session. And now we will move on to the valedictory function of this program. Okay. Let me invite our head of the department, Rajalakshmi Madam, to deliver the welcome address. Good afternoon, one and all. Respected principal, eminent speaker, faculty members, and dear participants. The two-day online FDP on water-body regeneration strategies conducted by our Department of Civil Engineering, Central Polytechnic College, Vattirka, has successfully completed with your support and blessing. As our first step to move towards acquiring NBA accreditation, this program was planned to be conducted for 2 days only, as it is the minimum requirement for conduct of FDP as laid down by the regulation of NBA. Let me move on my duty. Our beloved principal, Bindu Vasudevan Madam, Central Polytechnic College, Vattirka, played a major role for the successful conduct of this program. On behalf of Department of Civil and participant, myself, welcome ma'am to this valedictory function. Now, let me invite Sri Harilal V. Sir, our most valuable speaker, who shared his knowledge and experience with us today. On behalf of Central Polytechnic College, Vattirka, Department of Civil and participant, I welcome you, sir. Now, I invite all the participants of FDP, teachers of Polytechnic College all over the state, who made this program a grand success. I should not forget the invaluable contribution and vigor rendered by my dear colleagues, Kiran SR, Renju AJ, Anida Nelson, for the smooth conduct of program. I appreciate your effort and invite you to this program. Once again, welcome you all to this valedictory function. Thank you. Thank you, ma'am. Now, I would like to invite our principal, Bindu Vasudevan Madam, to address the audience. Audible ആണോ? അതെ മാം. ഓക്കെ. നമ്മളുടെ ഈ 2 days ഫാക്കൽറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം ഇപ്പോൾ ക്ലാസ് കേരള ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലെ ഹരിലാൽ സാറിന്റെ ക്ലാസ് ഇപ്പൊ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോ അദ്ദേഹം ഈ
വാലഡറി ഫംഗ്ഷനിൽ നമ്മളോട് കൂടെ ഉണ്ട് എന്ന് ഞാൻ കരുതുന്നു. പിന്നെ അത് കൂടാതെ ഇനിയിപ്പോ ക്ലാസ് എടുത്ത വേറെ ആരെല്ലാമാണ് ഈ കൂട്ടത്തിലുള്ളത് എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അവരെല്ലാവരെയും ഞാൻ അഡ്രസ് ചെയ്യുന്നു. അതോടൊപ്പം സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് HOD, സിവിൽ എഞ്ചിനീയറിംഗിലെ മറ്റ് ഫാക്കൽറ്റി, മറ്റ് കോളേജിലെ മറ്റ് എൻ്റെ കൊളീഗ്സ്, ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിട്ടുള്ള എല്ലാ പാർട്ടിസിപ്പൻസ്, 2 days ഫാക്കൽറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം വാട്ടർ റീജുവനേഷൻ എന്ന ഒരു ടോപ്പിക്കിൽ ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ നേരത്തെ HOD പറഞ്ഞതുപോലെ 2 days പ്രോഗ്രാം ഒരു NBA അക്രഡിറ്റേഷനിൽ മിനിമം 2 days ഉള്ള ഒരു FDP ഓരോ ഡിപ്പാർട്ട്മെന്റ് നടത്തിയിരിക്കണം എന്നുള്ള ഒരു കണ്ടീഷൻ ഉണ്ട്. അതോടൊപ്പം ഇപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട സീനിയർ ജോയിന്റ് ഡയറക്ടർ അദ്ദേഹത്തിന്റെ സംസാരത്തില് അദ്ദേഹത്തിന്റെ ഇനാഗുറൽ അഡ്രസ്സിൽ സൂചിപ്പിക്കുകയുണ്ടായി, ക്യാസോ അതുപോലെയുള്ള മറ്റു കാര്യങ്ങൾക്കെല്ലാം പോകുമ്പോൾ 3 days എങ്കിലും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം ഒരു ട്രെയിനിങ് പീരീഡ് എന്നുള്ളത്. അപ്പൊ അത് ഇപ്പം അദ്ദേഹം ആ സമയത്ത് പിന്നെ അതിനുശേഷം ഒരു ക്ലാരിഫിക്കേഷൻ തരാനുള്ള പിന്നീട് അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഫംഗ്ഷൻ കഴിഞ്ഞിട്ടല്ലേ ഇപ്പോഴേ അത് സാധ്യമാവുകയുള്ളൂല്ലോ. അപ്പോ ഞാൻ പറയുന്നത് മിനിമം 3 days എങ്കിലും ഒരു ട്രെയിനിങ് പ്രോഗ്രാം എന്ന് പറയുമ്പോൾ അത് ഒരുമിച്ചുള്ള ഒരു 3 days എന്ന് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടില്ല. നമ്മൾ എത്രത്തോളം ട്രെയിനിങ് പ്രോഗ്രാംസ് കൂടുതൽ അറ്റൻഡ് ചെയ്യുന്നുവോ അതെല്ലാം നമുക്ക് പ്രയോജനമാണ്. ഇനി ഇത് കൂടാതെ വേറെയും FDPകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആ ദിവസങ്ങൾ, അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഫ്യൂച്ചർ നിങ്ങളുടെ പ്രൊമോഷനും മറ്റ് ഗ്രേഡുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം വേണ്ടിയുള്ള സർട്ടിഫിക്കറ്റ്സ് ഇത്തരം ട്രെയിനിങ്ങുകൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ്. അല്ലാതെ ഒരു സ്ട്രെച്ചിൽ ഒരു ക്ലാസ്സിൽ എന്നുള്ള അർത്ഥത്തിലല്ല അദ്ദേഹവും അത് ഉദ്ദേശിച്ചത്. ഇനി അതിനെല്ലാം അപ്പുറം ഇതിനെല്ലാം ഉപരിയായിട്ട് ഇത്തരം ട്രെയിനിങ് പ്രോഗ്രാമുകൾ ഒന്നും തന്നെ നാം അറ്റൻഡ് ചെയ്യേണ്ടത് നമ്മളുടെ അതെല്ലാം ഒരു അഡീഷണൽ റിക്വയർമെന്റ് മാത്രമായിട്ട് എടുത്തുകൊണ്ട്, ഈവൻ ഇപ്പൊ NBA ആണെങ്കിൽ പോലും NBA ഇല്ലാതെ ഒരു സ്ഥാപനത്തിന് നിലനിൽപ്പില്ല എന്ന് വരുമ്പോഴും, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ട്രെയിനിങ്ങുകളെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫഷണൽ ഗ്രോത്തിന് അല്ലെങ്കിൽ മറ്റ് ഫെർദർ കാര്യങ്ങൾക്കെല്ലാം ആവശ്യമാണെന്ന് വരുമ്പോഴും ഇവിടെ ഇപ്പോ ഈ സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ സെലക്ട് ചെയ്ത ഈ ഒരു ടോപ്പിക് വാട്ടർ റീജുവനേഷൻ പോലെയുള്ള ഇത്തരം ടോപ്പിക്സ് എത്രത്തോളം സാമൂഹ്യ പ്രസക്തി ഉള്ളതാണ് എന്ന് കൂടെ ആലോചിക്കുമ്പോഴാണ് നമ്മൾ ഇത്തരം പ്രോഗ്രാംസ് എത്ര ചെറുതാണെങ്കിൽ പോലും ഒരു ഹാഫ് ഡേ ആണെങ്കിൽ പോലും ഒരു ദിവസം ആണെങ്കിൽ പോലും ഇതെല്ലാം അറ്റൻഡ് ചെയ്തിരിക്കേണ്ട ഒരു ആവശ്യം നമുക്ക് ബോധ്യമാവുന്നത്. ഞാൻ ക്ലാസ്സിൽ കയറിയത് ഏതാണ്ട് 2:30 ആവാറായിട്ടുണ്ട്. അപ്പോഴും മുതൽ ഞാനിത് വളരെ കൃത്യമായിട്ട് ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്ക് തോന്നിയത് അദ്ദേഹം നല്ലൊരു അധ്യാപകനും കൂടിയാണ് എന്നാണ് എനിക്ക് മനസ്സിലായത്. കാരണം സിവിൽ എഞ്ചിനീയറിംഗിനെ കുറിച്ചും പ്രത്യേകം ഒന്നും അറിയില്ലാത്തതും 2:30 ആയപ്പോൾ ഏകദേശം ആ ഒരു സമയമായപ്പോൾ ക്ലാസ്സിൽ കയറിയതുമായ എനിക്ക് പോലും ഞാൻ ഇത്രയും സമയം ഇരുന്നപ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി. ഇതിന്റെ സാമൂഹ്യ പ്രസക്തി നമ്മൾക്കെല്ലാം അറിയാമെങ്കിൽ പോലും ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കാൻ അറിയാവുന്നവർ ഇങ്ങനെ ബോധവൽക്കരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ എപ്പോഴും ഇതിനെക്കുറിച്ച് അവെയർ ആയിരിക്കുന്നത്. എത്രത്തോളം കുളങ്ങളും പോണ്ടുകളും എല്ലാം അപ്രത്യക്ഷമായി പോകുന്നുണ്ട് എന്നുള്ളതും, എന്തെല്ലാം വെള്ളം നഷ്ടമാകുന്നതുകൊണ്ട് ഏതെല്ലാം മേഖലകളിൽ എന്തെല്ലാം സംഭവിക്കുന്നു എന്നുള്ളതും, മൊത്തമായിട്ട് നമ്മുടെ പരിസ്ഥിതി സന്തുലനം തന്നെ നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളതും എല്ലാം ഫ്ലഡ് എല്ലാം പല ഡിസാസ്റ്ററിലൂടെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നെങ്കിൽ പോലും അത് വളരെ ഒത്തന്റിക്കേറ്റഡ് ആയിട്ട് അത് പറഞ്ഞു തരേണ്ടവർ പറഞ്ഞു തരുമ്പോൾ നമ്മൾ കുറെ കൂടെ ബോധവൽക്കരിക്കപ്പെടുന്നു. ഒരുപാട് ന്യൂ ജനറേഷൻ ഉള്ളവരും കുറെ കൂടെ വളരെ യങ് ആയിട്ടുള്ളവരെല്ലാം ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാം ഇനി അങ്ങോട്ട് കാര്യങ്ങളെല്ലാം ഇതുപോലെ ഇതിനെല്ലാം ചുക്കാൻ പിടിച്ച് മുമ്പോട്ട് കൊണ്ടുപോകേണ്ട ഒരു വലിയ വിഭാഗമാണ് സിവിൽ എഞ്ചിനീയറിംഗ് വകുപ്പ്. അതിന് വലിയൊരു പ്രസക്തിയുണ്ട് ഈ കാലഘട്ടത്തിൽ. ഏറ്റവും റെലവന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെ സെലക്ട് ചെയ്തു, അത് അറ്റൻഡ് ചെയ്തു. എല്ലാവരും വളരെ നന്നായിട്ട് അത് അറ്റൻഡ് ചെയ്തു, സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തു. എന്തായാലും ഞാൻ ഈ കോഴ്സിൽ പങ്കെടുത്തവർക്കും ഞങ്ങൾക്ക് ഈ ഒരു ട്രെയിനിങ് തന്ന എല്ലാവർക്കും, അതുപോലെ തന്നെ ഇതിനെ വളരെ നന്നായി ഇത് കണ്ടക്ട് ചെയ്ത സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഫാക്കൽറ്റിക്കും എല്ലാവർക്കും ഞാൻ അപ്രീസിയേഷനും
അതുപോലെ തന്നെ ഇനി മുമ്പോട്ട് പോകാനുള്ള ശക്തിയും ഊർജവും എല്ലാം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ഞാൻ സെൻട്രൽ പോളിടെക്നിക് കോളേജിന്റെ പേരിലും ഒരു പ്രിൻസിപ്പൽ എന്നുള്ള രീതിയിലും എല്ലാവരോടും എനിക്കുള്ള ഒരു താങ്ക്സ് കൂടെ ഞാൻ അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം. Thank you, ma'am. Now, I would like to call upon our eminent speaker, Harilal sir, to say a few words. അധ്യാപകരെ, എനിക്ക് മുൻപ് സംസാരിച്ച കോളേജിന്റെ പ്രിൻസിപ്പൽ, ഇതിന്റെ കോർഡിനേറ്റർ ആയിട്ട് പ്രവർത്തിച്ചിട്ടുള്ള അധ്യാപകർ, മറ്റെല്ലാ സുഹൃത്തുക്കളെ, ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ തുടർച്ചയായി 2 കാര്യങ്ങൾ കൂടി പറഞ്ഞ് എൻ്റെ ഈ ഒരു വാലഡിക്ടറി സംസാരം അവസാനിപ്പിക്കും. സ്വാഭാവികമായിട്ടും നിങ്ങൾ ഒരു ഒബ്ജക്റ്റീവ് മുമ്പിൽ വെച്ചുകൊണ്ടാണ് ഇത്തരമൊരു പ്രവർത്തനത്തിലേക്ക് വന്നത്. തീർച്ചയായിട്ടും അത് വളരെ ശ്ലാഘനീയം തന്നെയാണ്. നമ്മള് ഇന്നിപ്പോ നമ്മളൊരു ഫ്യൂച്ചർ എർത്തിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ബാക്കി എല്ലാ വികസനത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കും. ഇപ്പൊ കേരളത്തിൽ ഏറ്റവും അവസാനം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സെമി ഹൈസ്പീഡ് റെയിൽ കോറിഡോറിനെ കുറിച്ചാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിക്കും. അത് ധാരാളം തൊഴിൽ നമുക്ക് ലഭ്യമാക്കും, അല്ലെങ്കിൽ നമ്മുടെ വികസനത്തിലേക്കുള്ള വലിയ കുതിപ്പാണ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ തന്നെ ഈ 2020 തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് 52 രാജ്യങ്ങളിൽ നിന്നായിട്ട് 222 ശാസ്ത്രജ്ഞന്മാർ ചേർന്നുകൊണ്ട് ദ ഫ്യൂച്ചർ ഓഫ് എർത്ത് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു, ലോകത്തിന്റെ ഭാഗങ്ങളിൽ നടന്നില്ല. ഈ 222 ശാസ്ത്രജ്ഞന്മാർ എന്നുള്ളതല്ല, അവർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന ധാരാളം ഗവേഷണ പ്രവർത്തനങ്ങളെ വിശകലനം ചെയ്യുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് ദ ഫ്യൂച്ചർ ഓഫ് എർത്ത് എന്ന് പറഞ്ഞുള്ള വളരെ ബൃഹത്തായ ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുകയാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വെച്ചിട്ട് ആ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു. ഇന്ത്യയില് അത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂരിൽ വെച്ചിട്ടാണ് ആ റിപ്പോർട്ടിന്റെ പ്രകാശനം നടന്നത്. നമ്മുടെ കൊറോണ കാലഘട്ടത്തിനായതുകൊണ്ട് നമ്മൾ അധികം ആളുകൾ അത് ശ്രദ്ധിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. അതിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു 5 ഫാക്ടറുകൾ നമുക്ക് മുന്നോട്ട് പോകാം. ദ ഫ്യൂച്ചർ ഓഫ് എർത്ത് എന്ന ടൈറ്റിലിൽ നിന്ന് തന്നെ ഇത് വ്യക്തമാണ്. അതിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതും ആദ്യത്തേതുമായിട്ടുള്ള ഒന്ന് ദ ഫെയിലിയർ ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് മിറ്റിഗേഷൻ ആൻഡ് അഡാപ്റ്റേഷൻ എന്നുള്ളതാണ്. അത് ഞാൻ നേരത്തെ എൻ്റെ സംസാരത്തിലും ചൂണ്ടിക്കാണിച്ചു. ആ കാര്യത്തിൽ നമ്മൾ മുന്നോട്ട് പോകാതെ പുറകോട്ട് പോകുന്ന ഒരവസ്ഥയാണ് ഉള്ളത് എന്ന്. മുന്നോട്ട് പോകുന്നതായ റിപ്പോർട്ടുകൾ ധാരാളം ഉണ്ടെങ്കിലും ഒരടി മുന്നോട്ടും 2 അടി പിന്നോട്ടും എന്ന് പറയുന്ന ഒരു പ്രക്രിയയാണ് നാം നടത്തുന്നത്. ഇന്ത്യയിലെ 8 കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട 8 മെഷീനുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ആ മെഷീനുകളുടെ ഇന്നത്തെ ഒരു അവസ്ഥ നമ്മൾ ഓരോന്നും എടുത്ത് പരിശോധിക്കേണ്ടത്. അതിൽ ഞാൻ പ്രവർത്തിക്കുന്ന മേഖലയുമായി ബന്ധപ്പെട്ടതാണ് നാഷണൽ വാട്ടർ മിഷന്റെ ഭാഗമായിട്ടുള്ള സ്റ്റേറ്റ് ലെവൽ ഒരു വാട്ടർ മിഷൻ പ്രോജക്റ്റ് അല്ലെങ്കിൽ പ്രോജക്റ്റ് അല്ല, അതിൻ്റെ ഒരു പോളിസി ഡോക്യുമെന്റ് തയ്യാറാക്കുക. അത് തന്നെ വളരെ വലിയൊരു പ്രക്രിയയാണ്. പക്ഷെ അതുപോലെ നമുക്ക് വലിയ പ്രക്രിയയാണ് എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, അത് ഇതുവരെ നമുക്കൊന്ന് പൂർത്തിയാക്കാനായിട്ട് സാധ്യമായിട്ടില്ല. അപ്പോൾ അതിനകത്താണ് നമ്മൾ ഈ മിറ്റിഗേഷനും അഡാപ്റ്റേഷനും ഒക്കെ പറയേണ്ടത്. അത് ഒരു ഷോർട്ട് ഫാൾ ആയിട്ട് ഞാൻ പറഞ്ഞതല്ല, ഈ ദ ഫ്യൂച്ചർ ഓഫ് എർത്ത് 2020 എന്ന റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചില്ല. 2, അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഇത് എക്സ്ട്രീം വെതർ ഇവന്റ്സ് വർദ്ധിക്കും എന്നുള്ളതാണ്. അത് ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ചിന്റെ റിപ്പോർട്ടിലും അത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. മറ്റൊരുപാട് റിപ്പോർട്ടുകളിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. നമ്മുടെ മഴയുടെ ലഭ്യതയിൽ ഉണ്ടാകുന്ന സ്ഥലകാല വ്യതിയാനം പോലെ തന്നെ എക്സ്ട്രീം ഇവന്റ്സ് വലിയ തോതിൽ വർദ്ധിക്കും. ആ എക്സ്ട്രീം ഇവന്റ് വർദ്ധിക്കും എന്നുള്ളതിന്റെ നല്ല ഉദാഹരണമാണ് നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രം എന്ന് പറയുന്നത്. ഒരു സൈക്ലോൺ ഫ്രീ ആയിട്ടുള്ള, സൈക്ലോണുകൾ ഇല്ലാത്ത, വളരെ അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒരു മേഖലയായി കരുതിയിരുന്നുവെങ്കിലും 2019 മാത്രം 5 സൈക്ലോണുകൾ അവിടെ രൂപപ്പെട്ടു എന്നുള്ളത് നമ്മെ വ്യാകുലപ്പെടുത്തേണ്ടത്. അതുപോലെ തന്നെ ഓസ്ട്രേലിയൻ ഫയർ, അമേരിക്കയിൽ വലിയ തോതിൽ ഉണ്ടാകുന്ന, കാലിഫോർണിയ പോലുള്ള പ്രദേശത്തുണ്ടാകുന്ന വലിയ തോതിലുള്ള ഫയറും അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് ഉണ്ടാകുന്ന വെള്ളപ്പൊക്കവും. നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ ആകമാനമുള്ള വെള്ളപ്പൊക്കത്തിന്റെ അളവിൽ വരുന്ന വർധനവും നാശത്തിന്റെ അളവും വർദ്ധിക്കുന്നു. അപ്പോൾ എക്സ്ട്രീം വെതർ ഇവന്റ്സ് വർദ്ധിക്കും. മൂന്നാമതായി ദ ഫ്യൂച്ചർ ഫോർ എർത്ത് എന്ന് പറയുന്ന റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത് ദ മേജർ ബയോഡൈവേഴ്സിറ്റി ലോസ് ആൻഡ് എക്കോസിസ്റ്റം കൊളാപ്സ്. ബയോഡൈവേഴ്സിറ്റി നഷ്ടപ്പെടുന്നതിനനുസരിച്ച് ആ പ്രദേശത്തിന്റെ ജൈവ ആവാസ വ്യവസ്ഥ നഷ്ടപ്പെടും. അത് മനുഷ്യനിർമ്മിതമായിട്ട് തന്നെ സംഭവിക്കുന്നുണ്ട്.
നമ്മുടെ ആമസോൺ കാടുകളൊക്കെ വലിയ തോതിൽ വെട്ടി നശിപ്പിക്കുന്നതിനുപരിയായിട്ട് മനുഷ്യന്റെ ഓരോരോ ചെറുതും വലുതുമായിട്ടുള്ള ഇടപെടലിലൂടെ നമ്മളൊരു റിവർ ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു പ്രവർത്തനം നടത്തുന്നത് വഴി തന്നെ ആ പ്രദേശത്തിന്റെ ഒരു ഇക്കോളജിക്കൽ സെൻസിറ്റിവിറ്റിയെ നമ്മൾ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. മേജർ ബയോഡൈവേഴ്സിറ്റി ലോസ്. പക്ഷെ ഒരു ചെറിയ കൽക്കട്ട് അത് വലിയ തോതിലുള്ള ഒരു നഷ്ടമല്ല, പക്ഷെ ഒരു ചെറിയ നഷ്ടമാണ് നാം തിരിച്ചറിയേണ്ടത്. നാലാമതായിട്ട് അവർ പറയുന്നത് ഫുഡ് ക്രൈസിസ് ആണ്. ജനസംഖ്യ വർദ്ധിക്കുന്നതിനനുസരിച്ച് ഭക്ഷണ പദാർത്ഥങ്ങളുടെ ലഭ്യതയിൽ ഒക്കെ കുറവ് സംഭവിക്കാമെങ്കിലും ഇവിടെ നമ്മുടെ ഇക്കോസിസ്റ്റം ലോസിന്റെ ഭാഗമായിട്ട് പ്രധാനമായും പോളിനേഷൻ വലിയ തോതിൽ മാറ്റപ്പെടുകയും ശരിയായ പോളിനേഷൻ നടക്കാതെ വരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഫുഡിന്റെ അല്ലെങ്കിൽ ആഹാര പദാർത്ഥങ്ങളുടെ വസ്തുക്കളുടെ ഉൽപാദനം വലിയ തോതിൽ കുറയാൻ ഇടയാക്കും എന്ന് അവർ ചൂണ്ടിക്കാണിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ടതും അഞ്ചാമതുമായി ഈ ഫ്യൂച്ചർ ഓഫ് എർത്തിൽ പറയുന്ന ഒന്ന് വാട്ടർ ക്രൈസിസ് വർദ്ധിക്കും എന്നതാണ്. ഈ വാട്ടർ ക്രൈസിസ് വർദ്ധിക്കും എന്ന ഭാഗം നമ്മൾ എങ്ങനെയാണ് ഇന്ത്യയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പരിശോധിക്കുക എന്ന് നോക്കിയാൽ, ഈ വാട്ടർ കോൺഫ്ലിക്റ്റുകളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇന്ത്യയിലെ വിവിധ തരത്തിലുള്ള കോൺഫ്ലിക്റ്റുകൾ, അത് കത്തിക്കുത്ത് മുതൽ എല്ലാ തരം പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ഒരു കണക്ക് പ്രസിദ്ധീകരിക്കാം. അവർ ഈ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ 2018 കണക്ക് പ്രകാരം നമ്മുടെ രാജ്യത്ത് നടന്ന ജലവുമായി ബന്ധപ്പെട്ട് വാട്ടറുമായി നടന്ന കോൺഫ്ലിക്റ്റുകളുടെ എണ്ണം പരിശോധിച്ചാൽ തന്നെ അതിൽ നിന്ന് നമുക്ക് വ്യക്തമാകും. ഉത്തർപ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാനത്ത് 79 കോൺഫ്ലിക്റ്റുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ബീഹാറിൽ 286 വാട്ടർ കോൺഫ്ലിക്റ്റുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വെസ്റ്റ് ബംഗാളിൽ 2, തെലങ്കാനയിൽ 9, നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാടിൽ 38, കേരളത്തിൽ ഒരു കേസാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ആ ഒരു കേസ് തന്നെ ഇടുക്കിയിലാണ് ആ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഒരു വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നമ്മൾ നിരന്തരം ധാരാളം സിനിമകളിൽ കാണുന്ന ഒരു സിനിമാ താരവുമായി ബന്ധപ്പെട്ടതാണ് ആ വാട്ടർ കോൺഫ്ലിക്റ്റ് എന്നതും ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ അദ്ദേഹവുമായി ബന്ധപ്പെട്ടതാണ് ആ വാട്ടർ കോൺഫ്ലിക്റ്റ് എന്ന് നാം തിരിച്ചറിയണം. എങ്ങനെയാണ് ആ വാട്ടർ കോൺഫ്ലിക്റ്റ് ഉണ്ടായത് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ സംസാരം നിർത്താം. ഒരു സാധാരണ കർഷകന്റെ കൈവശം ഉണ്ടായിരുന്ന ഭൂമി അദ്ദേഹം ഈ സിനിമാ താരത്തിന് വിൽക്കുന്നു. ഇടുക്കിയിലെ ഭൂമിക്കുള്ള വിലയും അതിന്റെ സാധ്യതകളും കർഷകന്റെ കയ്യിൽ പണമില്ലാത്തതുകൊണ്ട് അയാൾക്ക് വിനിയോഗിക്കാൻ കഴിയുന്നില്ല. പക്ഷെ സിനിമാ താരത്തിന്റെ കയ്യിൽ പണമുള്ളത് കൊണ്ട് അയാൾക്ക് അത് വിനിയോഗിക്കാനായി സാധ്യമാകും. അങ്ങനെ ഇയാൾ വാങ്ങുമ്പോൾ ഒരു കണ്ടീഷൻ അതിനകത്തുണ്ടായിരുന്നു. അവിടെയുള്ള ഒരു ചെറിയ കുളത്തിൽ നിന്നായിരുന്നു ഈ കർഷകൻ അയാൾക്ക് ആവശ്യമായ ദൈനംദിന ആവശ്യത്തിനുള്ള ജലം ശേഖരിച്ചിരുന്നത്. അപ്പോൾ വസ്തു മറ്റേയാൾക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടാലും ഈ ജലം എടുത്തുപയോഗിക്കാനുള്ള അധികാരം ഇയാളിൽ നിലനിർത്തും എന്നതായിരുന്നു ഇവർ തമ്മിലുള്ള ഒരു കോൺട്രാക്ട്. പക്ഷെ റിട്ടേൺ ഡോക്യുമെന്റിൽ ഒരു പക്ഷേ അതൊന്നും ഉണ്ടായിക്കൊള്ളണം എന്നില്ല. മറിച്ച് ഇങ്ങനെ ഒരു വാക്കാലുള്ള ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ ഈ ഭൂമി കൈമാറുകയും മറ്റേയാൾ ചെറിയ തോതിൽ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിക്കുകയും ചെയ്തതോടുകൂടി യഥാർത്ഥ വസ്തുവിന്റെ പഴയ ഉടമയ്ക്ക്, യഥാർത്ഥ ഉടമ എന്ന് പറയാൻ കഴിയില്ല, പഴയ ഉടമയ്ക്ക് അവിടെ നിന്ന് ജലമെടുത്ത് വിനിയോഗിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുകയും അങ്ങനെ പരസ്പരം വഴക്കാവുകയും അത് ഒരു കത്തിക്കുത്തിലേക്ക് കലാശിക്കുകയുമാണ് ചെയ്തത്. പക്ഷെ ഇത് സിനിമാ നടനോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊന്നും നമ്മുടെ മാധ്യമങ്ങൾ ചർച്ച ചെയ്തില്ല, അല്ലെങ്കിൽ വലിയ തോതിൽ മുന്നോട്ട് വന്നില്ല. എനിക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇതിനോട് ചേർന്ന ഈ വസ്തുവിനോട് തൊട്ടടുത്തുള്ള വീട്ടിൽ താമസിക്കുന്ന ഒരാള് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലെ ഒരു ഉദ്യോഗസ്ഥനാണ് എന്നുള്ളതുകൊണ്ട് മാത്രമാണ് എനിക്ക് നേരിട്ട് അങ്ങനെ ഒരു വിവരം എനിക്ക് ലഭ്യമായത് എന്നുകൂടി പറയാം. അപ്പോൾ വാട്ടർ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഓൺ ദ റൈസ്. മഹാരാഷ്ട്രയിൽ 235 വാട്ടർ കോൺഫ്ലിക്റ്റുകളാണ് ഉണ്ടായിട്ടുള്ളത്. മഹാരാഷ്ട്രയും ആന്ധ്രാപ്രദേശുമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വാട്ടർ സെസ് പിരിക്കുന്ന സംസ്ഥാനങ്ങൾ എന്നും നാം തിരിച്ചറിയേണ്ടത്. ഹരിയാനയിൽ 56 കോൺഫ്ലിക്റ്റുകളാണ്. ഹരിയാന എന്ന് പറയുന്നത് നമുക്ക് മറ്റൊരു തരത്തിൽ അറിയാം, ഏറ്റവും കൂടുതൽ ഗ്രൗണ്ട് വാട്ടർ ഡിപ്ലീഷൻ ഉണ്ടായിട്ടുള്ള സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഹരിയാന, പഞ്ചാബ്, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് ജലവുമായി ബന്ധപ്പെട്ട കോൺഫ്ലിക്റ്റുകൾ രൂപപ്പെട്ടു വരുന്നത്. ഭാവിയിൽ ഇതിന്റെ എണ്ണം വർദ്ധിക്കാം. കേരളവും തമിഴ്നാടും തമ്മിലുണ്ട്, തമിഴ്നാടും കർണാടകയും തമ്മിലുണ്ട്, കർണാടകയും ആന്ധ്രാപ്രദേശും തമ്മിലുണ്ട്, പഞ്ചാബും അല്ലെങ്കിൽ ഹരിയാനയും ഡൽഹിയുമായിട്ടുണ്ട്. ഇങ്ങനെ വിവിധ സംസ്ഥാനങ്ങളിൽ ഈ കോൺഫ്ലിക്റ്റുകൾ തുടരുക. അപ്പോൾ ഇതിനോടൊപ്പമാണ് നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനം എന്ന ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്ന തിരിച്ചറിവ് നമുക്കുണ്ടായിക്കൊണ്ട് അതിനെ ലഘൂകരിക്കാനും കുറയ്ക്കാനും പുതിയ നമ്മുടെ ഒരു പാരമ്പര്യേതര ഊർജം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് കുറയ്ക്കാനുള്ള പ്രക്രിയയിലേക്ക് പോകാൻ ഇത്തരം സെഷനുകൾ അല്ലെങ്കിൽ തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റ് പരിശീലന പരിപാടികളും അധ്യാപകർ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുകയും അതുവഴി പുതിയ തലമുറയിലേക്ക് ഇത് വ്യാപിക്കാനിടയാക്കുകയും ചെയ്യുന്ന ഒരു പ്രവർത്തനം ഏറ്റെടുത്തതിൽ
ഇതിന്റെ ബന്ധപ്പെട്ട എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you, sir, for your intriguing words. Now, I invite Celine Bhaskar, Madam, Head of the Department of Civil Engineering, Government Polytechnic College, Muttam, to give a feedback about our faculty development program. Over to you, Madam. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ശ്രീമതി ബിന്ദു വാസവൻ മാഡം, സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗം മേധാവി രാജലക്ഷ്മി മാഡം, നമ്മോടൊപ്പം ഇപ്പോഴും കൂടിച്ചേർന്നിരിക്കുന്ന ഹരിലാൽ സാർ, 2 ദിവസമായി എന്നോടൊപ്പം സഹപാഠികളെ പോലെ തിരുവനന്തപുരം സെൻട്രൽ നമുക്ക് വേണ്ടി തിരഞ്ഞെടുത്ത വിഷയമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കുവാൻ ഇടയാക്കിയത്. വാട്ടർ ബോഡീസ് റെജുവിനേഷൻ സ്ട്രാറ്റജീസ്, നദികളും അവയുടെ പുനരുജ്ജീവനവും. കേൾക്കുമ്പോൾ വളരെ ലാഘവം തോന്നുമെങ്കിലും ഇതിന്റെ ഉൾത്തടങ്ങളിൽ വളരെ വിസ്തൃതമായ കാര്യങ്ങൾ ഉണ്ട് എന്ന് വളരെ വിശദമായി തന്നെ ശ്രീ ജാനറ്റ് സാർ എന്ന് പറഞ്ഞാൽ ഒരു കേസ് സ്റ്റഡിയോടുകൂടി പമ്പാ നദിയെ കുറിച്ചുള്ള ഒരു കേസ് സ്റ്റഡിയോടുകൂടി നമ്മളെ പഠിപ്പിച്ചു തന്നു. അതുപോലെ തന്നെ വിവിധ തരം അലർട്ടുകളെ കുറിച്ച് നമ്മൾ ഓറഞ്ച്, യെല്ലോ, ഗ്രീന് എന്നൊക്കെ നമ്മൾ കേൾക്കുന്ന ആ അലർട്ടുകളെ കുറിച്ച് വളരെ വിശദമായി തന്നെ നമുക്ക് പറഞ്ഞു തന്ന തുളസീധരൻ സാർ, നദികളും കുളങ്ങളും എത്രമാത്രം ഉണ്ട് എന്നതിനെ കുറിച്ച് നമുക്ക് വിശദമായി പഠിപ്പിച്ച ഡോക്ടർ സുജ മാഡം, അതുപോലെ തന്നെ ജനങ്ങളുടെ പ്രാതിനിധ്യം, നദികളുടെ പുനരുജ്ജീവനത്തിൽ ജനങ്ങളുടെ പ്രാധാന്യം എന്താണെന്ന് ഇപ്പോഴും ഒരു അധ്യാപകൻ എന്ന പോലെ തന്നെ നമ്മളോട് ഒപ്പം ചേരുന്ന ഹരിലാൽ സാർ 4 സെഷനുകളായി നമുക്ക് വളരെയധികം കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നു. എല്ലാ സെഷൻസും ഒന്നിനോട് ചേർത്ത് നിർത്തി വളരെ ഭംഗിയായി തന്നെ നമുക്ക് അറിവുകൾ പകർന്നു തന്നിരുന്നു. ഇത് നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലാസ് ആയിരുന്നു. ജലമില്ലാതെ നമുക്ക് ജീവിക്കുവാൻ പറ്റില്ല എന്ന യാഥാർത്ഥ്യ ബോധം ഒരിക്കൽ കൂടി നമ്മെ ഓർമ്മപ്പെടുത്തി തന്നു. ഒപ്പം ജലം നമുക്ക് ലഭിക്കണമെങ്കിൽ നദികൾ സംരക്ഷിക്കണം എന്ന ബോധവും. അതുകൊണ്ട് ഈ നമ്മൾ മഴ പെയ്യുമ്പോഴേക്കും നമ്മൾ പറയും, ഓ എന്തൊരു മഴ, ഈ ചെളി ഒന്ന് തീർന്നാൽ മതി. എന്നാൽ അതിന്റെ ജനജീവിതത്തിലെ പ്രാധാന്യം ഇന്ന് നമ്മൾ 2 ദിവസം കൊണ്ട് വളരെ വ്യക്തമായി തന്നെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. വളരെ ജനജീവിതത്തിന് അത്യന്താപേക്ഷിതമായ ഈ ഒരു ക്ലാസ്സിന് അനുവാദം നൽകിയ സംസ്ഥാനത്തെ സ്റ്റേറ്റ് ട്രെയിനിങ് റിസർച്ച് സെന്ററും അതോടൊപ്പം തന്നെ അതിന് അനുവാദത്തോടെ നല്ല ഭംഗിയായി നടത്തുവാൻ സെൻട്രൽ പോളിടെക്നിക് കോളേജിന്റെ പ്രാധാന്യം വഹിച്ച പ്രിൻസിപ്പൽ മാഡത്തിനും ഒപ്പം നേതൃത്വം നൽകിയ സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ വകുപ്പ് മേധാവി രാജലക്ഷ്മി മാഡം, സഹപ്രവർത്തകരായി പ്രവർത്തിച്ച കിരൺ, അനിത, രഞ്ജു തുടങ്ങിയ അധ്യാപകരും എല്ലാവർക്കും പ്രോഗ്രാം പാർട്ടിസിപ്പൻസ് എന്ന പേരിലുള്ള അഭിനന്ദനങ്ങളും ഒപ്പം നന്ദിയും അർപ്പിക്കുന്നു. ഇതോടൊപ്പം തന്നെ ബിന്ദു മാഡം പറഞ്ഞതുപോലെ തന്നെ എല്ലാ സ്ഥാപനങ്ങളും നമുക്ക് പ്രാധാന്യമേറിയ ഓരോ കോഴ്സുകൾ സംഘടിപ്പിക്കുന്നതിനും അതോടൊപ്പം തന്നെ അത് അക്രഡിറ്റേഷന് പോകുമ്പോൾ ഉയർന്ന പോയിന്റ് നേടിത്തരും എന്ന ഒരു ബോധവും കൂടി ഉൾക്കൊണ്ട് നമ്മൾ എല്ലാവർക്കും ഈ സ്ഥാപനത്തോടുള്ള നന്ദിയും കടപ്പാടിനെയും അറിയിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. Thank you, ma'am, for your good words. Now I invite Jiten sir, lecturer in Civil Engineering Department, Government Polytechnic College, Kannur, to give a feedback about this program. Good morning all. Hello. Yes, sir, you are audible. Yes, Yeah, you are audible, sir. Yeah, thank you. Good afternoon all. First of all, I would like to thank Polytechnic College Trivandrum and Sitta Karmachari for giving me the opportunity to attend this FTP. In this day and age of changing climate and unprecedented global events, this topic is very vital. Rivers are actually the veins that carry the seed of life to the corner of our country. Civilizations have originated near the banks of great rivers. But today,
water care and about what impact it has on the ecosystem. In this FTP, it has been very valuable in terms of giving a new perspective into water body rejuvenation, as there were many practical aspects shared by eminent speakers. Like as Selim Madam said, there were many instances where if the practical aspects of water body rejuvenations were emphasized in great detail, giving us an insight into what actually happens behind the scenes. On behalf of Government Polytechnic College Kannur and on my personal behalf, I congratulate all the coordinators for conducting such a wonderful and well-planned FTP. Thank you all. Thank you, Jitin sir. Now I invite our program coordinator, Kiran sir, lecturer in civil engineering, Central Polytechnic College, to deliver the vote of thanks. Good afternoon, everybody. Respected Madam Principal, eminent speakers, faculty members, and my dear participants. The two-day faculty development program organized by our department has reached a closure now. And as you know, like we teachers became students for 2 days, and we were endowed with 4 distinguished eminent speakers with high and extraordinary credentials. And what we must do, I guess, should be that this must give us an urge to work forward to mold a new generation of technicians and engineers who are indebted to the nature and society. So let me move on to my duty. Our beloved principal, Srimati Bindu Vasudevan Madam, she has always been a constant source of inspiration. And on behalf of the staff of CPT, I express our love and gratitude to you, teacher. I also thank all our eminent speakers, Sri Jainet PJ, Sri Tulasidaran Nair, Dr. Suja R, and Sri Harilal sir, for all their advices and sharing us with valuable knowledge. And we promise you that as a new generation of teachers and engineers, we will work forward to realize your dreams. I am grateful to our dear participants who made this program a great success. I also thank all my colleagues, Rajalakshmi teacher, another teacher, Renju teacher, Shahjahan sir and Vijayasri teacher, who has always been with me, a constant source of support for the smooth conduct of this program. So I thank you all once again. Thank you for making this a grand success. And as a final note, the feedback form shall be WhatsApp to you. Please fill it up. You will be provided with the e-certificates at the earliest. Also, the duty certificates will be issued to you as early as possible. Thank you all very much. Thank you, Kiran sir. So with this, we have come to an end of this two-day faculty development program. I thank you all who are present here today for attending this session. Thank you, Principal Bindu Vasudevan Madam. Thank you, Harilal sir. Thank you, Selim Madam. Thank you, Jitin, for your feedbacks. Thank you all the participants, and wish you a safe and happy day ahead. Thank you.